എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യരുതെന്ന് അത് ഞാൻ പറയും. ഞാൻ ചങ്ക് പോലെ സ്നേഹിച്ച കൂട്ടുകാരുണ്ട്. അവരൊന്നും നമ്മളങ്ങനെയല്ല കണ്ടിരുന്നതെന്ന് അറിയുന്ന ഞാൻ നിമിഷമൊക്കെ നമ്മളാകെ തകർന്നു പോയി. ചേട്ടാ, നമ്മളെ കണ്ണിൽ നോക്കി അല്ലെങ്കിൽ മുഖത്ത് നോക്കി നമ്മളിപ്പോൾ ഒരു പയ്യനെ നമ്മൾ കളിയാക്കുകയാണ് തമാശയ്ക്ക്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, ബോഡി ഷെയ്മിങ് അല്ല, അല്ലാതെ. പക്ഷെ അവന് എന്നെ വീഴ്ത്താനുള്ള ഏക ആയുധം അതാണ്. അവൻ നേരെ വജ്രായുധം പ്രയോഗിക്കും. ആ സമയത്ത് കരയും ചേട്ടാ, രാത്രി അതിനല്ല തലോണിയൊക്കെ ഉള്ളത്. ഇപ്പോഴും ഭയങ്കര പെട്ടെന്ന് സങ്കടപ്പെടുന്ന ആളാണ്. ഞാൻ ഒരു പ്രപ്പോസ് ചെയ്ത കുട്ടിയൊക്കെ എന്നെ ആ പേര് പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ശരീരം എല്ലാമായിട്ട് കാണുമ്പോഴാണ് സത്യത്തിൽ അത് വലിയൊരു പ്രശ്നം. പക്ഷേ നമ്മുടെ സോളാണ്, ഉള്ളിലുള്ള മൈൻഡാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് വയ്യാതെ ഇരിക്കണം. ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ശിക്ഷണത്തിലായിരിക്കാം അവരാണ് എന്നോട് പറയുന്നത് നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അവനവൻ്റെ സാഹചര്യങ്ങളും സിറ്റുവേഷനും അവനപ്പം എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് ലോകത്ത് അവനല്ലാതെ ആർക്കും മനസ്സിലാവില്ല. രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെയും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ വേദനയാണ്. എൻ്റെ വരാൻ പോകുന്ന പരിപാടികളിലൊക്കെ ഇട്ട് സക്സസ് വന്നിട്ട് നമ്മളെ കണ്ട് ട്യൂണാവണം. ആദ്യം ഓഡിയൻസിന് ട്യൂണാവുക. അങ്ങനെ ട്യൂണായാൽ എല്ലാ എന്നെപ്പോലെയുള്ള ആളുകൾ ഒരേപോലെ കാണാൻ തുടങ്ങും. പെണ്ണ് കാണാൻ പോയ അനുഭവം വൻ കോമഡിയായിരുന്നു. കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തെങ്ങിന്ന് മറ്റേ ചെത്തി ഇറക്കിയ കള്ള് കണ്ടും നിശ്ചയം ചെയ്തുകൊണ്ട് ഇവന് വെക്കാൻ സ്ഥലമില്ലാണ്ടിട്ട് എൻ്റെ കാറിൻ്റെ ഉള്ളിലെ സെല്യൂരിയിൽ വെച്ച് ഈ നിശ്ചയം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ പെണ്ണ് കാണാൻ പോകണം. ഇത് കാറിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് ആടി ഇത് ഗ്യാസ് കയറിയിട്ട് ഒരൊറ്റ പൊട്ടിത്തെറിക്കലായിരുന്നു. കാറ് മുഴുവൻ കള്ളില്ല പെണ്ണ് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ കലാഭവനിൽ പോയി മിമിക്രി എന്ന് പറഞ്ഞ സോഴ്സ് എടുത്ത് തന്നെ സിനിമയിലാവാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിലാണ് കാലിബർ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റുകൾ കൊണ്ടുപോയി മറ്റുള്ളവരെ കൊടുത്തിട്ട് ആ വേഷം എനിക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ബ്രിഡ്ജായിരുന്നു. പിന്നീടുള്ള കെട്ടപ്പുറത്തിക്രോഷം കഴിഞ്ഞ് വിഷ്ണു ഹീറോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ബാക്കിയുള്ള ലൈഫിൽ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ വരണം, അഭിനയിക്കണം എന്നുള്ളത്. ഹീറോ ആണോ തന്നെ അടിപൊളി. ഇനി എന്നെ വെച്ചായിരുന്നൊക്കെയുള്ള നിൽക്കുമ്പോഴാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ വേഷത്തിനായിട്ട് ദിലീപേട്ടൻ വിളിക്കുകയും ആ ഒരു സീൻ റാഫി സാറ് കണ്ടിട്ട് റാഫി സാറ് റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ ഫഹദിൻ്റെ വില്ലനായിട്ട് എന്നെ വിളിക്കുന്നത്. ആ വില്ലൻ കണ്ടിട്ടാണ് ഈ ബോംബ് കഥ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റൈറ്റേഴ്സ് ഈ കഥയായിട്ട് വരുന്നത്. അത് ഞാൻ ആൽവിജനെ കേൾപ്പിക്കുന്നു, ആൽവിജയുടെ ഷാഫി സാറിനെ കേൾപ്പിക്കുന്നു. ഷാഫി സാറ് ഇത് ചെയ്യാന്ന് പറഞ്ഞെടുത്താണ് ഏറ്റവും വലിയ മൊമെൻ്റ് ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ശുക്രൻ. ചേട്ടൻ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ സന്തോഷത്തിൻ്റെ വ്യാപ്തി? അറിയാം. നമ്മളെ വിമർശിക്കുന്നവരെ കുറ്റം പറയുന്നവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഷോട്ടാണ്. അപ്പോൾ ഷാഫി സാറും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ആക്ഷൻ പറഞ്ഞതുമില്ല ചേട്ടൻ പറഞ്ഞ ടെൻഷനെ കൂടി കയറി എന്നിട്ട് ഇങ്ങനെ ഈ കിറി ഇങ്ങനെ കൂടിയെൻ്റെ ഞാൻ പേടിച്ചിട്ട് ഞാൻ എന്നിട്ട് മാറി എന്നിട്ട് കരഞ്ഞിട്ട് അപ്പച്ചനെ വിളിച്ച് കരച്ച് കയറി. An actor whose comedy comes from observation. His performances are shaped by lived experiences, and his journey reflects resilience more than glamour. Today's guest is someone who represents the pulse of real people on screen. He rose from ground up through theatre, struggle, and persistence, showing authenticity to every role he plays. Behind the actor is discipline. Behind the success is survival. And behind the actor is a wonderful, deeply rooted human being. In Bible it says that in your weakness I shall seek my strength. A person who has proved and influenced the world by the terminology or by the phrase that the disability is the ability to success. Welcome to Shine with Nalin. We are in conversation with that wonderful actor, that influential person, my favorite, Bibin George. വെൽക്കം ബിബിൻ ജോർജ്. നമസ്കാരം ചേട്ടാ. പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. തകർക്കുകയാണ് അല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയറായി പോകുന്ന ഒരാളാണ്. പക്ഷേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. ബിക്കോസ് വെരി ഫ്യൂ പീപ്പിൾ ക്യാൻ ഇൻഫ്ലുവൻസ് യു അല്ലേ? അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്റ്റോറി ഉണ്ട് എനിക്ക്. അതായത് ഒരു റഷ്യൻ സ്റ്റോറിയാണ്.
ഒരു പയ്യൻ, ഒരു കൈയുള്ളൊരു പയ്യൻ്റെ കഥയാണ്. ഈ ഒരു കൈയുള്ള പയ്യൻ ഗുസ്തി പഠിക്കാനായിട്ട്, റെസ്ലിംഗ് പഠിക്കാനായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഈ ഒരു കൈയുമായിട്ട് ചെല്ലുന്ന ഈ പയ്യനെ കണ്ടിട്ട് ഈ ഗുരു പറഞ്ഞ്, നിനക്ക് ശരിക്കും പഠിക്കണം. അപ്പോൾ പയ്യൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര റെസ്ലറാവണമെന്ന്. അവൻ്റെ ആവേശം കണ്ടിട്ട് ഗുരു പറഞ്ഞ് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ 6 പാക്ക് മസിലൊക്കെ ഉള്ള കട്ടക്കരയന്മാരവിടെ ഉണ്ട്. ഇവന്മാർ ചിരിച്ചു, ഇവൻ ഇവിടെ 2 കൈ കൊണ്ടിട്ട് മലമറിക്കാൻ പറ്റുന്നത്, പിന്നാണ് ഈ ഒരു കൈ. അപ്പം ഈ ഗുരു ഇദ്ദേഹത്തിന് ഒരു വിദ്യ പഠിപ്പിച്ചു കൊടുത്തു. ഈ വിദ്യ മാത്രം പഠിക്കുന്ന ഈ പയ്യന് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഈഗോ ഒക്കെ ആയി തുടങ്ങി. എന്നെ വേറൊന്നും പഠിപ്പിക്കുക, ബാക്കിയുള്ളവർക്ക് കറക്കിയടി, മലത്തിയടി, മണ്ണ് വാരിയിട്ടടി, ഇതെല്ലാം പഠിപ്പിക്കുക. അങ്ങനെ സ്റ്റേറ്റ് മത്സരം വന്നു. 3 വരെ ഗുരു സെലക്ട് ചെയ്ത്. അതിലൊന്ന് ടോമായിരുന്നു. മത്സരത്തിന് ചെല്ലുന്നു, ടോം ജയിക്കുന്നു, ബാക്കി 2 പേരും തോക്കുന്നു, തിരിച്ച് സ്റ്റേറ്റ് അവാർഡുമായിട്ട് വരുന്നു. പയ്യൻ ഞെട്ടി, ടോം ഞെട്ടി, കാരണം ഗുരു എന്ത് മാജിക്കായി കാണിച്ച്. വീണ്ടും നാഷണൽ വന്നു. വീണ്ടും ഈ മത്സരത്തിന് കൊണ്ടുപോകാൻ നേരത്ത് ടോം വിചാരിച്ച് പൊട്ടന് ലോട്ടറി അടിച്ചതാണ്, ഞാനിനി ടോം നീ ആ വിദ്യ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. വീണ്ടും ഇതേ വിദ്യ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ബാക്കിയുള്ളവരെ അപ്പോൾ ടോം ഇങ്ങനെ കോൺഷ്യസ് ആവുന്നുണ്ട്. നാഷണലി കൊണ്ടുപോകുന്നു. വീണ്ടും ടോം നാഷണലി ജയിക്കുന്നു, നാഷണൽ അവാർഡ് കിട്ടും. അങ്ങനെ ഇൻ്റർനാഷണൽ ഗെയിം വരികയാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ച് അതിനകത്ത് നല്ല ഫിറ്റായിട്ടുള്ള നമ്മളെ ഋതിക് റോഷനെ പോലുള്ള പിള്ളേരൊക്കെ ഉണ്ട്, അവരൊക്കെ വരും, ഇവനെ അങ്ങ് ഒഴിവാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഗുരു വിട്ടില്ല. ഗുരു വീണ്ടും ടോമിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇത് മാത്രം. പക്ഷേ ഗുരുവിൽ വിശ്വസ്തത ഉണ്ടായിരുന്ന, ശിഷ്യനിൽ വിശ്വസ്തത ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ അവൻ ആ വിദ്യ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് പോവാണ്, റെസ്ലിംഗ് ഫെസ്റ്റിവലിന് പോവാണ്. ഒരു റഷ്യക്കാരനാണ് മത്സരിക്കാൻ വരുന്നത്. ഇവനും ഇറങ്ങി, ടോമും ഇറങ്ങി. 1 റൗണ്ട് കഴിയുന്നു, 2 റൗണ്ട്, എല്ലാവരും അതിശയത്തിൽ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഫൈനൽ 15-ാമതെത്താൻ നേരത്ത് ഈ ടോം എന്ത് ചെയ്യും, ഈ റഷ്യക്കാരൻ ഒരു ലോക്ക് അങ്ങ് ചെയ്യും. ഈ പിടുത്തം അങ്ങോട്ട്, ഈ ഒരു വിദ്യയല്ലേ ഇവൻ ആകെ അറിയുള്ളൂ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവൻ കൈയും കാലോട്ട് അടിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. അവർ 1 to 10 കൗണ്ട് ചെയ്യുന്നു. ഭയങ്കര ആഹ്ലാദ പ്രകടനം. ടോം ജയിക്കുന്നു. ടോം ഇൻ്റർനാഷണൽ റെസ്ലിംഗ് അവാർഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് ഓടി ചെല്ലുകയാണ്. കാരണം ടോമിന് തന്നെ ഇതൊരു മിറാക്കിളാണ്. ടോം ഗുരുവിനെ കെട്ടിപ്പിടിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ടോമിനറിയേണ്ടത്. അപ്പോൾ ഗുരു പറഞ്ഞു, നിന്നെ ഞാൻ ട്രെയിൻ ചെയ്തത് പൂട്ടിൻ്റെ മറുപൂട്ടെന്ന് പറയുന്നത് നിൻ്റെ വലത്തെ കൈ പിടിച്ച് വളയ്ക്കണം. എങ്കിൽ മാത്രമേ ആ റഷ്യക്കാരനായാലും ബാക്കിയുള്ളവർക്കും തോപ്പിക്കാം. ദൈവാനുഗ്രഹം കൊണ്ട് നിനക്ക് ഭഗവാൻ ആ കൈ തന്നിട്ടില്ല. അതായിരുന്നു നിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതിനുശേഷം ഞാൻ താങ്കളെപ്പറ്റി മനസ്സിലാക്കുകയും ഡിസബിലിറ്റി ഈസ് ദി എബിലിറ്റി വിച്ച് ഐ ഹാവ് ഗ്രേഡഡ് ടുവേർഡ്സ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കൾ. ഇതേപോലത്തെ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റോറീസ് വല്ലതും കേട്ടിട്ടാണോ അതോ സ്വയം ബിൽഡ് ചെയ്തെടുത്താണോ? അങ്ങനത്തെ കഥകളൊന്നും കേട്ടിട്ടില്ല. ചേട്ടൻ പറഞ്ഞ കഥയിൽ ഒരു ഇൻഫർമേഷനും കൂടി ഉണ്ട്. ഇൻഫർമേഷൻ അല്ല, നമ്മൾ പറഞ്ഞു കേട്ടേക്കുന്നതല്ലേ. അതായത് 1000 വിദ്യകൾ അറിയുന്നവനെ നമുക്ക് പേടിയില്ല, ഒരു വിദ്യ 1000 തവണ പഠിക്കണവനെ നമ്മൾ പേടിക്കാന്ന് പറഞ്ഞു. ബ്രൂസിലി പറഞ്ഞാണല്ലേ? അത് എവിടെയോ കേട്ടോല്ലേ. ഞാൻ വിചാരിച്ച ആ കണ്ടന്റാണ് വരാൻ പോകുന്നത്. ഇത് ഇൻസ്പയർ സ്റ്റോറിയൊന്നും അല്ല ചേട്ടാ. എനിക്കങ്ങനെ ഇൻസ്പയർ എന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ ഞാൻ നടനാവണമെന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. കുഞ്ഞുനാളിലെ എനിക്ക് വിഷ്ണു ലോകം, വാത്സല്യമൊക്കെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് നായകനാവണമെന്ന്. അന്ന് എൻ്റെ ശരീരത്തെ പറ്റി നമുക്ക് ഇനി സത്യത്തിൽ ബോധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മളെ പുറത്തെത്തുമ്പോഴേക്കും അറിയാലോ, നമ്മളെ ഈ പറയുന്ന ഓർമ്മപ്പെടുത്തലുകളും കളിയാക്കലുകളും വിളിക്കലും ഒരു പേര്, പ്രത്യേക പെർട്ടിക്കുലർ പേരൊക്കെ ഉണ്ടാവുമല്ലോ. ആ പേര് കേട്ടിട്ടായിരിക്കും ഒരു 10-15 വയസ്സ് വരെ നമ്മളിങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ ആ കുഞ്ഞുനാൾ മുതൽ ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ശിക്ഷണത്തിലായിരിക്കാം, അവരാണ് എന്നോട് പറയുന്നത് നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പം അവരെ ബിലീവ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ലോകത്തെ ആരും കേൾക്കണ്ട, എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ടാൽ മതിയല്ലോ. ഞാൻ ഒരു സൊസൈറ്റിയെക്കാട്ടിയും വലിയൊരു പവറായിരുന്നു ഒരു ഫാമിലി. തീർച്ചയായിട്ടും. അപ്പം അത് എനിക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് തന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരു കലാകാരൻ, അന്ന് പാട്ടായിരുന്നല്ലോ മെയിൻ. അന്ന് ആ പാട്ടുകാരനായ എന്നെ എല്ലാ കല്യാണ വീടുകളിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ കൊണ്ടുപോകും, പാടിപ്പിക്കും. അവരങ്ങനെയാണ് എന്നെ കൊണ്ട് നടന്നിരുന്നത് വെച്ചാൽ.
അതിൻ്റെ ഒരു അവരായിരിക്കും ചിലപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ശരീരം എല്ലാമായിട്ട് കാണുമ്പോഴാണ് സത്യത്തിൽ അത് വലിയൊരു പ്രശ്നം. നമുക്കതിൻ്റെ ഒരു പെയിൻ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ സോളാണ്, ഉള്ളിലുള്ള മൈൻഡാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് വയ്യാതിരിക്കുമെന്ന്. വെരി ട്രൂ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കാമുകിയെ ഞാൻ കെട്ടിപ്പിടിക്കുന്നതും എൻ്റെ അമ്മയെ ഞാൻ കെട്ടിപ്പിടിക്കുന്നതും ഒരേ പ്രോസസ്സാണ് ശരീരം ചെയ്യുന്നത്. ഇങ്ങനെ സെയിം പ്രോസസ്സ്, രണ്ടും രണ്ടല്ലേ? അപ്പോൾ എവിടെയാണ് അത് മാറുന്നത്? നമ്മുടെ ഉള്ളിൽ. ആ സോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ സോൾ ഇന്നേ വരെ എനിക്ക് വയ്യായിക ഉണ്ടെന്ന് ഞാൻ അംഗീകരിച്ചിട്ടേ ഇല്ല. അതിനുള്ള ഇൻസ്പിറേഷൻ തന്നത് എൻ്റെ അപ്പനും അമ്മയുമാണ്. ഈ ഹീറോ ആയിട്ട് അഭിനയിച്ച സമയത്ത് ഫസ്റ്റ് പടം ഇറങ്ങുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ കാണും, ജനങ്ങളെങ്ങനെ എടുക്കും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലതും കുക്ക്ഡാവും. നമ്മളെത്ര പൊട്രേ ചെയ്താലും അങ്ങനെയുള്ളൊരു ബിബിൻ ജോർജ് ഉണ്ടല്ലോ, ബിബിൻ ജോർജിൻ്റെ വേറൊരു ഫേസ് ഉണ്ടല്ലോ. ഫാമിലിയായിട്ട് പോവുകയാണ് ആ സിനിമ കാണാൻ, ആ എക്സ്പീരിയൻസ് എന്ന് പറയണം. ജീവിതത്തിൽ അന്ന് തീരുമാനിച്ച സമയത്ത് എൻ്റെ അവസ്ഥകളെ പറ്റി എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നില്ല. ആളുകൾ ഓർമ്മിപ്പിക്കുകയും കൂട്ടുകാർ പറയുകയും ഒക്കെ ചെയ്തതോടുകൂടി അതൊരു ഭയം പോലെ കിടന്നു. എന്നാലും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ കലാഭവനിൽ പോയി മിമിക്രി എന്ന് പറഞ്ഞ സോഴ്സ് എടുത്ത് തന്നെ സിനിമയിലാവാൻ വേണ്ടിയിട്ട് അതെടുത്തു. അതിൽ നിന്ന് പതുക്കെ സ്ക്രിപ്റ്റുകൾ എഴുതി തുടങ്ങി. സ്ക്രിപ്റ്റിലാണ് കാലിബർ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റുകൾ കൊണ്ടുപോയി മറ്റുള്ളവരെ കൊടുത്തിട്ട് ആ വേഷം എനിക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ബ്രിഡ്ജായിരുന്നു. അങ്ങനെയാണ് അമറക്ബരം തോണി സംഭവിക്കുന്നത്. പിന്നീടുള്ള കെട്ടപ്പുറത്തേക്ക് വർഷം കഴിഞ്ഞ് വിഷ്ണു ഹീറോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ബാക്കിയുള്ള ലൈഫിൽ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ വരണം, അഭിനയിക്കണം എന്നുള്ളത്. ഹീറോ ആണോന്നല്ല, ഹീറോ ആണോ തന്നെ. എനിക്കത് അങ്ങനെ തന്നെ ഞാൻ അങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര ബോധ്യമുണ്ട്. എന്നോട് നസീർക്ക് പറയും, നീ എല്ലാ ചേഷ്ടകളിലും അത് കീപ്പ് ചെയ്യുന്ന. വെരി ട്രൂ. ഡാൻസ് ഉൾപ്പെടെ സീൻ യു ഡാൻസിങ് ഇറ്റ്സ് കാരണം അമേസിംഗ് ആണ്. പ്ലീസ് കണ്ടിന്യൂ. അപ്പോൾ പക്ഷേ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഒരാൾ സ്വീകരിക്കണ്ടേ? ഒരു ക്യാരക്ടർ ഉള്ളതാണെങ്കിൽ അമറക്ബറന്നുള്ളിൽ എഴുതിയും പോയി. ഇനി എന്നെ വെച്ചായിരുന്നൊക്കെയുള്ള നിൽക്കുമ്പോഴാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ വേഷത്തിനായിട്ട് ദിലീപേട്ടൻ വിളിക്കുകയും ആ ഒരു സീൻ ദിലീപേട്ടനെ തല്ലുന്നൊരു സീനാണ് കോമഡിക്ക്. ആ സീൻ റാഫി സാറ് കണ്ടിട്ട് റാഫി സാറ് റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ ഫഹദിൻ്റെ വില്ലനായിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആ പടത്തിൽ ഫഹദിൻ്റെ വില്ലനെ ഞാൻ പോയി ചെയ്തു. ആ വില്ലൻ കണ്ടിട്ടാണ് ഈ ബോംബ് കഥ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റൈറ്റേഴ്സ് ബിഞ്ചു സുനിൽ കർമ്മ ഇവർ രണ്ടുപേരും ഈ കഥയായിട്ട് വരുന്നത്. അത് ഞാൻ ആൽവിഞ്ചേട്ടനെ കേൾപ്പിക്കുന്നു, ആൽവിഞ്ചേട്ടൻ ഷാഫി സാറിനെ കേൾപ്പിക്കുന്നു. ഷാഫി സാറ് ഇത് ചെയ്യാന്ന് പറഞ്ഞെടുത്താണ് ഏറ്റവും വലിയ മൊമെൻ്റ് ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ശുക്രൻ. കാരണം അങ്ങനെ എല്ലാം സൂപ്പർ സ്റ്റാർസിനെ വെച്ച് മാത്രം പടം എടുത്ത് ഹിറ്റാക്കിയേക്കണ ആളാണ് എന്നെ വെച്ച് ചെയ്യാൻ തീരുമാനിക്കാൻ. പിന്നെ ആ മൊമെൻ്റ് ഓരോ ദിവസവും ഷോർട്ടായിട്ടും സിനിമയായിട്ടും ഒക്കെ കണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ അമ്മയും വൈഫും എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. ചേട്ടൻ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ സന്തോഷത്തിൻ്റെ വ്യാപ്തി? അറിയാം. ആ നമ്മളെ വിമർശിക്കുന്നവരെ കുറ്റം പറയുന്നവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? വാട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഇൻ ദാറ്റ് ഡേ, ദാറ്റ് മൊമെൻറ്റ് വെൻ ഐ സോ മൈ ഫേസ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ സ്ക്രീൻ. അമേസിംഗ് അല്ലേ? അത് വൺ ഓഫ് ദ മോസ്റ്റ് ഗ്ലോറിയസ് മൊമെന്റ് ഓഫ് യുവർ ലൈഫ്. എൻ്റെ മുകളിലൊന്നും ഇല്ല കേട്ടോ, ബാക്കിയെല്ലാം എനിക്ക് ബോണസാണ്. ആൻഡ് യു ഡിഡ് ഇറ്റ്. The movie is a hit actually. അതെ, അത് 100 days ഓടി 6 മില്യൺ പോയി. ഈ ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ അന്ന് നിൽക്കുമ്പോൾ ഇന്നും ഇപ്പോൾ എൻ്റെ അടുത്ത് എന്നിട്ട് ക്യാമറ ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞാൽ നമുക്കൊക്കെ മുട്ടടിയും. അപ്പം താങ്കൾ ആ ക്യാമറ ഫ്രണ്ടിൽ വന്ന് നായകനായിട്ട് പെർഫോം ചെയ്യാൻ പോവാ. എന്നെ ഹീറോ ആയിട്ട് എടുത്തിരിക്കാം, വേണമെങ്കിൽ എടുത്ത് കളയാം. അറിയാമല്ലോ, ഇൻഡസ്ട്രി അറിയാമല്ലോ. ഒരു 2 സീൻ കഴിഞ്ഞ ഇവനെ കൊള്ളത്തില്ല, ആ ആറ്റിറ്റ്യൂഡാണ്. മുഖത്ത് നോക്കി പറയും, പിന്നെ അവിടുന്ന് കണ്ടാൻ വഴി ഇറങ്ങി ഓടിയാൽ മതി. ഹൗ ഡിഡ് യു? ഫസ്റ്റ് ഷോട്ട് ഷാഫി സാറ് പുതുമുഖത്തെ വെച്ച് പടം എടുക്കണമെന്നുള്ളോ, ഫുൾ ക്രൂ കംപ്ലീറ്റ് നോക്കിക്കുക എന്താ ഷോട്ട്. എനിക്ക് ഏറ്റവും കഷ്ടകാലം പറ്റിയെന്ന് അറിയാം ചേട്ടാ, എത്രാമത്തെ സീൻ എടുക്കണമെന്ന് അറിയാമോ? ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ഷാജോൻ ചേട്ടൻ കൊണ്ടുവന്ന് വണ്ടി നിർത്തും. എവിടെ പോകണേടാന്ന് ചോദിച്ചു. തല്ലാൻ കൊണ്ടുപോകണതിന് മുമ്പ് പോകുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഇന്ദ്രൻ ചേട്ടൻ മരിച്ച് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏതോ ഒരു ഷോട്ടാണ് ആദ്യം എടുക്കേണ്ടത്. സാധാരണ ഇതിന് ഒരു പുതുമുഖമല്ലേ, ഒരു ഗ്രാഫ് തരണ്ടേ എനിക്ക് ഫസ്റ്റ് ഷോട്ട് തന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ നടന്നു പോകുമ്പോൾ ഷാജോൻ ചേട്ടൻ വന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയിട്ട് ഗുഹയെ കൊണ്ടുപോയിട്ട് ഇടിക്കണം. ഷാജോൻ ചേട്ടൻ കൂടെ നിൽക്കണം. കൂടെ വെക്കണം. ഫസ്റ്റ് ഷോട്ടാണ്. അപ്പോൾ
ഷാഫി സാറും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. പുള്ളി ഷാഫി സാറിൻ്റെ അസോസിയേറ്റ് എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ആക്ഷൻ പറഞ്ഞതുമില്ലേ ചേട്ടൻ പറഞ്ഞ ടെൻഷനൊക്കെ കൂടി കയറി വന്നിട്ട് ഇങ്ങനെ ഈ കിറി ഇങ്ങനെ കോടിയൻ്റെ ഈ കിറി ഡയലോഗ് പറയാൻ പറ്റില്ല, കിറി കോടിയിട്ട് പോയാൻ കട്ട് എന്ന് പറഞ്ഞു. ഞാൻ തീർന്നു, മലയാള സിനിമ ഇനി നോക്കണ്ട. ഫസ്റ്റ് ഷോട്ടിൽ 4 ടേക്ക് കിറി കൂടിപ്പോയി പേടിച്ചിട്ട്. ഞാൻ പേടിച്ചിട്ട് ഞാൻ എന്നിട്ട് മാറി എന്നിട്ട് കരഞ്ഞിട്ട് അപ്പച്ചനെ വിളിച്ചിട്ട് കരച്ചിൽ കരഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ചി എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എനിക്കിതൊന്ന് കയറി കിട്ടണം എനിക്ക്. കാരണം വിഷ്ണു അഭിനയിക്കും എന്ന് നമുക്കറിയാം, എനിക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലേ എന്നുള്ളത് ഞാൻ അവിടെ വെച്ചാണ് തിരിച്ചറിയുന്നത്. അതാണ് മൊമെൻറ്റ്. ഞാൻ മിമിക്രി കളിക്കും, സ്റ്റേജിൽ കളിക്കും, ടി വിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നടൻ, സിനിമ നായകൻ സപ്പോർട്ടിംഗ് റോളല്ല. അല്ല, ഇത് എന്താ ഒരു പുള്ളി 4 കോടി രൂപ ആൽവിൻ ആന്റണി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ പ്രൊഡ്യൂസർ ഡയറക്ടർ വട്ടാന്ന് ബാക്കി എല്ലാവരും നോക്കിയിരിക്കുന്നു, ഇവനെയാണോ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ അടുത്ത ഷോട്ട് ഓക്കെ അടിച്ചു. ആ ഷോട്ട് നല്ലതുമായിരുന്നു. ആ ഷോട്ട് എല്ലാവരും കൈയടിച്ച് കഴിഞ്ഞപ്പോൾ ഷാഫി സാർ പറഞ്ഞ് നന്നായിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അവിടെ നിന്ന് വെച്ചാൽ അസോസിയേറ്റ് ആയിട്ടിരുന്ന രാജീവ് എന്ന് പറഞ്ഞൊരു പുള്ളി വന്നു എൻ്റെ അടുത്ത് കൈ എന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത പടത്തിൽ നിങ്ങളാട്ട നായകൻ എന്ന് പറഞ്ഞു. പടം ഇറങ്ങിയിട്ടില്ല, ഹിറ്റായിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അയാൾ എനിക്ക് വന്ന് കൈ തന്നു. സത്യമായിരുന്നു, അയാളുടെ ഫസ്റ്റ് പടത്തിൽ ഞാനാണ് ഹീറോ, തിരുമാലി. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കണമെന്ന് നമ്മളെ കംഫർട്ടാക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചപ്പോഴേ മമ്മൂക്കൊക്കെ എന്തൊരു കംഫർട്ടാണ് എനിക്ക് തന്നെയെന്നറിയാം. അല്ല, ആ ഗ്രാഫിൽ എത്തുന്നിടം വരെയുള്ള താങ്കളുടെ മെൻറ്റൽ ആ ഒരു സ്ട്രെങ്ത്തിനെയാണ് ഞാനിവിടെ ക്ലാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. നമ്മൾ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നു, ഫസ്റ്റ് സ്റ്റേജ്. ബിക്കോസ് നമ്മളിപ്പം കുട്ടിക്കാലം എന്ന് പറയില്ല, നമ്മൾ മാവിൽ കല്ലെറിഞ്ഞും അല്ലേ, നമ്മൾ പേരൊക്കെ പറിച്ച് കഴിച്ചും, നമ്മളൊരു കൂട്ടായ്മ, ഒരു കൂട്ടുകാരുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള കൂട്ടുകെട്ടൊക്കെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്? കാക്കനാട് നിലമ്പതിഞ്ഞിമോൾ എന്ന് പറഞ്ഞൊരു നാട്ടിലാണ് ഞാൻ, സ്കൂളല്ല നാട്ടിലാണ് ഞാൻ ജീവിച്ചത്. അതായത് നിലമ്പതിഞ്ഞിമോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇൻഫോ പാർക്കൊക്കെ ഇരിക്കുന്ന ഏരിയ. ഓക്കെ, അവിടെയായിരുന്നു. അതൊരു ഗ്രാമമായിരുന്നു. നമ്മുടെ കാക്കനാട് നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ നിലമ്പതിഞ്ഞിമോൾ എന്ന് പറഞ്ഞൊരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ് ഈസ് ജാതി മതം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ദി ബെസ്റ്റ് ആയിരുന്നു. അത് എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലെ കാര്യം പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഇപ്പോഴാണ് ഇതൊക്കെ വാർത്തയായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്. നേരത്തെ ഇതൊക്കെ ഭയങ്കര കോമൺ കാര്യമുള്ളൂ കേരളത്തിൽ. ഞങ്ങളവിടെ മൂലേക്കാവ് അമ്പലത്തിൽ ദേവീനെ കൊണ്ടുവന്ന് അവിടെ വിഗ്രഹ അങ്ങോട്ട് പോണ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാ ആളുകളും കൂടി ജാതിഭേദ പിള്ളേരെല്ലാവരും കൂടി ഡാൻസ് കളിച്ച് അവിടെ അമ്പലത്തിലും പോകും. മറ്റേ നബിദിനത്തിൻ്റെ അന്ന് പള്ളിയിൽ ബോലോ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൊടി പിടിച്ച് ഞങ്ങൾ പോകും. അവിടെ മാർത്തോമ പള്ളിയിൽ ചിക്കൻ കറി കഴിക്കാനും പോകും. ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാടായിരുന്നു ഞങ്ങളുടെ. ആക്ച്വലി പറഞ്ഞാൽ മാവേലി നാടെന്ന്. അതെ, അതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് കേരളത്തിൽ എല്ലാം അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് പറയേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് ബേസിക്കലി. അവിടുത്തെ മെയിൻ ഒരു കൂട്ടുകാരൻ, 2 കൂട്ടുകാരാണ്. ഒരു മനുഷ്യനും ഉണ്ട്, രണ്ടാമത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ടയറായിരുന്നു. മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ ശ്രീനാഥാണ് എന്നെ ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തി തരുന്നത്. വിഷ്ണുവിൻ്റെ കോമൺ ഫ്രണ്ട്, ശ്രീനാഥിൻ്റെ കോമൺ ഫ്രണ്ടാണ് വിഷ്ണു. ഇത് സ്കൂളിൽ സംഭവിച്ചാണ്. ഇത് ചെറുപ്പത്തിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് അന്നോട്ടുള്ള ബന്ധമാണ് വിഷ്ണുവായിട്ട്. അപ്പോൾ ശ്രീനാഥാണ് എന്നെ മിമിക്രി, കാരണം വിഷ്ണു പഠിപ്പിച്ചു കൊടുക്കണ ഐറ്റമൊക്കെ വന്ന് ഇവൻ ഞങ്ങളുടെ നാട്ടിലിറക്കും, ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഇറക്കും. അപ്പം ഇവൻ ഭയങ്കര ഷൈൻ ചെയ്യണുണ്ടപ്പോൾ എനിക്ക് ചോടെ ഇത് കൊള്ളാലോ പരിപാടി മിമിക്രി. ഞാൻ അതുവരെ പാട്ടാണ്. ഓൾറെഡി ഞാൻ ഈ പാട്ടൊന്ന് ചവിട്ടിയാലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാടാൻ നിൽക്കുമ്പോൾ എല്ലാവരും മറ്റേ പാവം കൊച്ച് ഈ സാധന ഇതെനിക്ക് ഇഷ്ടമല്ല. എനിക്കെന്നല്ല ആർക്കും ഇഷ്ടമല്ല. സിമ്പതി ആർക്കാ വേണ്ട, എമ്പതിയാ വേണ്ട. അപ്പം ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്താണ് ഈ മിമിക്രി. അപ്പോൾ ഈ മിമിക്രിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ ഹാപ്പി ആവുകയാണ്. അപ്പോൾ ആ അനുകരണത്തിൻ്റെ മറ്റൊരാളെ ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മിമിക്രി. അപ്പോൾ ഇവൻ കൊച്ചിനനിയഫ് എടുക്കുന്നു, പ്രേം നസീർ ചെയ്യുന്നു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? വിഷ്ണു പഠിപ്പിച്ചു കൊടുത്ത് വിടറ. മനസ്സിലായി. അപ്പോൾ ഇവൻ പറയും എന്നെ പഠിപ്പിക്കുന്നുണ്ടാ വിഷ്ണു എന്ന് പറയും. അങ്ങനെ ആദ്യം വിഷ്ണുവിനെ പറ്റി ഇങ്ങനെ കേൾക്കുകയാണ്, ബിൽഡപ്പാണ്. പിന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ശ്രീനാഥാണ് എൻ്റെ അങ്ങനെ ആദ്യം നോക്കിക്കഴിഞ്ഞാലുള്ള ഫ്രണ്ട്. പിന്നെ ഉള്ളത് ടയർ.
ഒരു 9ാം ക്ലാസ് വരെ എനിക്കൊരു ടയർ ഉണ്ടായിരുന്നു. ഈ ടയറും വെച്ചിട്ടാണ് ഞാൻ ഓടിയിരുന്നത്. അപ്പൊ ഈ ടയറിനോട് ഞാൻ സംസാരിക്കും. അതൊരു മനുഷ്യനെ പോലെ ഫീലിലേക്ക് നമുക്ക് പണ്ടുണ്ടല്ലോ ചെരുപ്പ് കട്ട് ചെയ്തിട്ട് നമ്മള് ടയർ ഉണ്ടാക്കിയിട്ട് പിന്നെ പോൺസിന്റെ പാട്ടയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ലോറിയൊക്കെ ഉണ്ടാക്കി അല്ലേ? ആ ഒരു കാലമല്ലേ അല്ലേ? പിന്നെ ഓല വെച്ചിട്ട് പന്തുണ്ടാക്കാൻ ഇതെന്റെ സന്തത സഹചാരിയായി ഈ ടയറും ഒരു വടി. ഈ വടിയും ഇതും കൂടി ഒരു കോംബോ ഉണ്ട്. ടക്ക് 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 എന്നിട്ട് ഇതിനകത്ത് കൺട്രോൾ ചെയ്ത് നിർത്തും. കൺട്രോൾ ചെയ്ത് നിർത്തും. പിന്നെ റൗണ്ട് ഒക്കെ അടിക്കും. അതെ. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ടയറിന്റെ കൂടെ ഉള്ള മറ്റേ എന്താ പറയാ മറ്റേ സ്റ്റീൽ റിം കുറച്ച് ഗ്രേഡ് റിമ്മൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സ്കൂള് കാക്കനാട് MHS. ആദ്യം അബ്ദുൽ ഖാദർ ഫസ്റ്റ് അവിടെയായിരുന്നു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ അബ്ദുൽ ഖാദർ മെമ്മോറിയൽ സ്കൂളിലായിരുന്നു. പിന്നെ MHS ആയി. 5 to 10 വരെ സ്കൂള് MHS കാക്കനാട് തന്നെ. അവിടെയാണോ ഈ ഉണ്ണിയുടെ എൻട്രി? വിഷ്ണുവിന്റെ എൻട്രി 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് അമ്പലത്തില് പരിപാടിക്ക്. ഈ പറഞ്ഞ മൂലേക്കാവ് അമ്പലത്തിലെ പരിപാടിക്കാണ് വിഷ്ണുവിനെ കാണുന്നത്. ആദ്യം എടുത്ത നടൻ ഏതായിരുന്നു? ഞാൻ പ്രേംനസീർ. പിന്നെ അവിടെ നമ്മൾ നേരെ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം ഈ പറഞ്ഞ കണക്ക് നിങ്ങളെ നാട്, ഓരോ നാടിനും ഒരു ഫേവറേറ്റ് ഫുഡൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ സമയത്ത് ട്രെൻഡായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശരസഭ പറഞ്ഞ് ഒരു പൊന്നാനി ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു ഉണ്ട സാധനമുണ്ട്. അന്ന് അറിയുന്നത് മുട്ട പപ്സാണ്. അപ്പോൾ അങ്ങനെ സർപ്രൈസ് ചെയ്ത സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സർപ്രൈസ് ചെയ്ത സ്നാക്സ് അല്ല, എനിക്കന്ന് ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഞാൻ ഇതിനു മുമ്പ് നളഞ്ഞേനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ നമ്മുടെ കൊച്ചിക്കാരുടെ മെയിൻ ഐറ്റം ഉപ്പിലെന്ത് ഇറച്ചി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ഞായറാഴ്ച ഉണ്ടാക്കിയിട്ടേ ഒരു ഇത്തിരി മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി ചൂട് വെള്ളച്ചോറിലേക്ക് ഉപ്പിലെന്ത് ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസ് ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. അത് പലയിടത്തും പല പേരായിരിക്കും. ഒന്നുമില്ല, നമ്മുടെ കുക്കറിൽ ബീഫ്, ഇഞ്ചി, ചെറുതായിട്ട് വെളുത്തുള്ളി, നല്ല ചെറിയ മറ്റേ ചെറിയ ഉള്ളി, പച്ചമുളക്, ദാറ്റ്സ് ഇറ്റ് ആക്ച്വലി. ഒരിത്തിരി വേണമെങ്കിൽ പൊടിക്കൊരു കുരുമുളക് ഇട്ടേക്കാം, ഉപ്പ് ഇടുക, 7 വിസിൽ, മില്യൺ വ്യൂസ് അടിക്കാനുള്ള റീലായി സാധനം റെഡി. ഇനി ഇതിൽ തന്നെ നമ്മുടെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. അത് മറ്റേ ഇടിച്ച മുളകും കൂടി. ഇതേ ഐറ്റത്തിൽ ഉള്ളി, ഇപ്പം 1 കിലോ ബീഫിന് 1/2 കിലോ ഉള്ളി, വേറെ ഒന്നുമില്ല. 1 കിലോ ബീഫിന് 1/2 കിലോ ഉള്ളി, ഈ സെയിം ഇൻഗ്രീഡിയൻസ്. അതായത് ചെറിയ മറ്റേ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത് ഇട്ടിട്ട് 7 വിസിൽ എടുത്തതിന് ശേഷം അപ്പോൾ അത് ഈ മറ്റേ വറ്റൽമുളകും ഉണ്ട്. വറ്റൽമുളക് ആവശ്യത്തിന്. അപ്പോൾ വറ്റൽമുളകിൻ്റെ ഇത് ഇങ്ങനെ പരന്ന് കിടക്കും. ഒരു വേണമെങ്കിൽ പൊടിക്ക് വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ പരന്ന് കിടക്കും. അതൊന്ന് വറ്റിക്കണം. അത് ഇപ്പുറത്തൊരു നമ്മളിത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരു ചീനിച്ചട്ടി വെച്ചൊരു പൊട്ടിക്ക് വെളിച്ചെണ്ണ ഈ സാധനം നേരെ ഇട്ട് കഴിഞ്ഞിട്ട് ആ വറ്റൽമുളക് ഇതിലേക്ക് പിടിക്കാനുള്ളൊരു, അപ്പോൾ നമുക്ക് ഈ ഇതങ്ങ് എടുക്കുമ്പോണ്ടല്ലോ ബീഫൊക്കെ നല്ല. ഇതാ ശ്രദ്ധിക്കേണ്ടത്, ഒരു കറക്ഷൻ പറഞ്ഞുതരാം. നല്ല ഉഗ്രൻ കാശ്മീരി ചില്ലി കിട്ടും. പിരിയമുളകല്ല, കാശ്മീരി ചില്ലി. ഇച്ചിരി പ്രീമിയം. ആ ചില്ലിയിൽ ഇത് ചെയ്താൽ ആക്ച്വലി കാശ്മീരി ചില്ലി ഉണ്ട്, ഞാൻ പറയാൻ മറന്നു പോയതാ. ഉണ്ട്, കാശ്മീരി ചില്ലി ഉണ്ട്. കാരണം അതിന് കളർ ഫ്ലേവർ കിട്ടും. ഇത് തന്നെ ചിക്കനിലും ചെയ്യാം. ചിക്കനിൽ കുറച്ച് സമയം എടുക്കും. അതെ, ഞാൻ ഈ സെയിം സാധനം ലഡാക്ക് ബീഫ് എന്നും പറഞ്ഞുകൊണ്ട് ക്യാബേജിന്റെ പാളികൾ ഇട്ടിട്ട് ഞാൻ ഈ പറയുന്ന കാശ്മീരി മുളകും കൂടെ ചേർത്ത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതിപ്പോ ഈയതാണ്. ഇപ്പുറത്തെ ഞാൻ പറഞ്ഞില്ല, ഉപ്പിലെന്ത് ഇറച്ചിയില്ലേ, അത് ചൂടിടിയപ്പം. നമ്മൾ ആ വെള്ളത്തിലേക്ക് വെള്ളയപ്പം, വെള്ളച്ചോറ്, സ്റ്റോക്ക് വാട്ടർ മാത്രം മതി. ആ ചാറെന്ന് പറഞ്ഞ സാധനത്തേക്കാണ് ഞാൻ പറയുന്നത്. രാവിലെ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ ഇതങ്ങ് എടുക്കുമ്പോൾ ഇതന്ന് അപ്പൊ തണുപ്പായിക്കേ. കയ്യിൽ ചെറിയ നെയ്യ് ഉണ്ടാവും, കാരണം ഇറച്ചിയുടെ ആ നെയ്യ് കയ്യിലിരിക്കും. പിന്നെ കഴിച്ചതിന് ശേഷം അല്ലേ മണപ്പിച്ച് കളക്കുക. ഇത് സ്കൂൾ ഓർമ്മകളാണോ? ഇത് സ്കൂൾ ഓർമ്മകളിൽ പെട്ടതാണ്. ചേട്ടൻ പറഞ്ഞത് എന്താണ് സ്നാക്സ് അല്ല, എനിക്ക് ബേസിക്കലി ഇപ്പോഴും ഈ ബീഫാണ് നാക്കി കുടുങ്ങിയിട്ടുള്ളത്. അതെ, എനിക്ക് ഉപ്പിലെന്ത് ഇറച്ചി ഇത് എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നു എൻ്റെ കൂട്ടുകാരന്മാരല്ലേ, അവന്മാരുടെ ഫേവറേറ്റ് അതൊക്കെ. അടിപൊളി. അപ്പോൾ ഉപ്പിൽ വെന്ത ഇറച്ചി ഇത് നല്ല ഡിഷാണ്. നല്ല ഡിഷ്. അതെ. ഞാനിപ്പം ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഈ കുട്ടിക്കാലം
സ്കൂൾ ലൈഫിൽ പോകുന്ന സമയത്ത് സ്റ്റേജ് പെർഫോമൻസിലൊക്കെ നമുക്ക് കയറണമെന്നൊരു കോൺഫിഡൻസ് വരുമല്ലോ. അന്ന് ഈ പേര് കൊടുക്കണമല്ലോ, പാർട്ടിസിപ്പേഷൻ പേര്. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മാഷ് കാണും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വന്ന് പാടാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ്, കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായിരുന്നു കേരള യൂണിവേഴ്സിറ്റി. വഴിയെ നടന്നു പോയപ്പം ഒരു മാഷ് വിളിച്ചിട്ട് എൻ്റെ സൈസ് കണ്ടിട്ട് എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഈ ഉള്ള സമ്മാനം എല്ലാം വാങ്ങിച്ചു തന്നതാണ്. അതേപോലെ ഒരു മാഷ് കാണത്തില്ല. അതെ, സ്കൂളിൽ വെച്ചിട്ട് 1ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് രവീന്ദ്ര മാഷ് എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വളരെ ഓർമ്മയുണ്ട് എനിക്ക് നല്ല രീതിയിൽ. പിന്നെ ഒരു വിജയലക്ഷ്മി ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കഥാ സ്കില്ല്, എനിക്ക് നന്നായിട്ട് കഥ പറയാൻ പറ്റും എന്ന് എന്നെ മനസ്സിലാക്കിയത് ശാന്തകുമാരി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. പുള്ളിക്കാരത്തി എന്നെ എപ്പോഴും ക്ലാസ്സിൽ വിളിച്ചിട്ട് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഇത് വായിപ്പിക്കും. ഈ മലയാളം സെക്കൻഡ് ഉണ്ടല്ലോ ഏട്ടാ, അതിൽ കുറേ നല്ല ബുക്കുകളുണ്ട്. അളിയൻ വന്ന് നന്നായി, അങ്ങനത്തെ കഥകളൊക്കെ ഉറക്കെ വായിക്കും. അപ്പോൾ ഈ വായനകളിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ആരാ വയ്യ എന്ന് പറയുമ്പോൾ ബിബിൻ വായിക്കുക പറഞ്ഞാൽ ഒരു 3-4 ക്ലാസ്സിൽ നമ്മളെ തന്നെ എണീപ്പിച്ചിരുത്തി വായിപ്പിക്കുമ്പോൾ നമുക്ക് എന്തോ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് ഒക്കെ. അങ്ങനെ ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ. ഒരുപാട് ബാസുര മിസ് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന മിസ്സുണ്ട്. ആ മിസ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നെ അതായത് MAയും എൻ്റെ ഹിന്ദി MAയും MPhilഉം മിമിക്രിയും സ്റ്റേജും ഇത് 4 കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോയ മിസ്സുണ്ട്, രാധിക മിസ് എന്ന് പറഞ്ഞിട്ട്. അവർ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയിലെ ഇതായിരുന്നു, HOD ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പേരുകളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്റ്റോറി നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ ചെല്ലുന്നു. അപ്പോൾ നമുക്ക് എല്ലാം ചാലഞ്ചസ് ആണല്ലോ. ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ചാലഞ്ചസിനകത്ത് നമുക്ക് വേദനിക്കുന്ന മുഹൂർത്തങ്ങളുണ്ടാവും. അതിനകത്ത് ഈ വേദനിക്കുന്ന മുഹൂർത്തങ്ങൾ എങ്ങനെയാണ് ബിബിൻ ഹാൻഡിൽ ചെയ്യുന്നത്? ആ സമയത്ത് കരയും ചേട്ടാ, രാത്രി അതിനല്ല തലോണിയൊക്കെ ഉള്ളത് നമ്മൾ. പക്ഷെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നേ, ഒരു 10-15 വയസ്സ് വരെ ആയിരുന്നു അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. പിന്നെ അതുണ്ടാവുമല്ലോ, അത് ചേട്ടാ നമ്മളെ കണ്ണിൽ നോക്കി അല്ലെങ്കിൽ മുഖത്ത് നോക്കി. നമ്മളിപ്പോൾ ഒരു പയ്യനെ നമ്മൾ കളിയാക്കുകയാണ് തമാശയ്ക്ക്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, ബോഡി ഷെയ്മിങ് അല്ലാതെ. പക്ഷെ അവന് എന്നെ വീഴ്ത്താനുള്ള ഏക ആയുധം അതാണ്. അവൻ നേരെ വജ്രായുധം പ്രയോഗിക്കും. ഇതിനെ ക്രോസ് ചെയ്തത് 15 വയസ്സിനൊക്കെ ശേഷമാണ്. അതുവരെ ഞാൻ ഭയങ്കരമായിട്ട് കരയും. ഇപ്പോഴും ഭയങ്കര പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ്. പെട്ടെന്ന് സങ്കടം വരും, അത് മുഖത്ത് കാണും. എൻ്റെ മുഖത്ത് പ്രത്യക്ഷമായി മനസ്സിലാവും അവൻ വിഷമത്തിലാണെന്നുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ, അതായത് എനിക്ക് തോന്നുന്നു ചേട്ടാ, എൻ്റെ ഒരു അറിവിൽ 99% ഡിസേബിൾ ആയിട്ടുള്ള ആളുകളും പെട്ടെന്ന് ഫീൽ ചെയ്യുന്നവരും വിഷമിക്കുന്നവരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരും അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ചൈൽഡ്ഹുഡിൻ്റെ ഇൻസെക്യൂരിറ്റിയും അവരുടെ ട്രോമയുമാണ്. അത് ബേസിക്കലി അതങ്ങനെ കിടക്കും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 15 വയസ്സ് വരെ ഞാൻ ഈ പറയുന്ന എല്ലാ ദിവസവും എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. നമ്മുടെ ഒരു കൗമാരക്കാലത്തൊക്കെ ഞാൻ ഒരു പ്രപ്പോസ് ചെയ്ത കുട്ടിയൊക്കെ എന്നെ ആ പേര് പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ അമറക് ബ്രന്തോണി കാണിച്ചത്. ജയസൂര്യ നിക്കറൂരി കാണിച്ച, ഞാൻ നിക്കറൂരി കാണിച്ചിട്ടില്ല, സ്ക്രിപ്റ്റിൽ അതങ്ങനെ നിക്കറൂരി കാണിക്കണ പോലെ പ്രതികാരം ചെയ്തത് എൻ്റെ നമ്മൾ എഴുതിയാണല്ലോ എൻ്റെ ഒരു ക്യാരക്ടർ. അതിൽ ആ പടത്തിൽ ഒരുപാട് എൻ്റെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് തല്ല് കിട്ടുന്ന സീനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മിക്ക പടത്തിന് ഫസ്റ്റ് ഷോ പോകും. അന്നെന്ന് പറഞ്ഞാൽ തല്ലാണല്ലോ, ക്യൂ നിൽക്കൂല, ബ്ലാക്ക് അടി. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ പോലീസ് ചൂരിലായിട്ട് എഴുതും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാത്തത്. അപ്പോൾ ചില നല്ല പോലീസുകാർ എന്ത് ചെയ്യും, എടുത്തോന്ന് പറയും. ചിലവർ നിനക്ക് ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് വിചാരിച്ചിട്ട് തല്ലിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറുന്നത് എവിടെ വെച്ചാന്ന് വെച്ചാൽ, എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയെടുത്ത് നമ്മുടെ ഒരു 50% അങ്ങോട്ട് മാറി. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ വേറൊരാൾ പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളല്ല, അയാൾ പറയുമ്പോൾ മറ്റേത് ഭയങ്കര ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് അങ്ങനെ മാറിയതുണ്ട്. പിന്നെ മിമിക്രി തന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പവറുണ്ട്. ആളുകൾ നമ്മളെ കണ്ട് ചിരിക്കുന്നുണ്ട്, പാട്ട് പാടുമ്പോൾ കൈയടിക്കുന്നുണ്ട്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ കല തന്നെയാണ്. അത് തന്നെയാണ്. അത് കണ്ടിട്ടായിരിക്കുമല്ലോ ഈ പ്രണയം വന്ന് ചേർന്നത്. അതങ്ങനെ എനിക്ക് ഉറപ്പില്ല. അതെനിക്ക് അറിയത്തില്ല, ഞാൻ അത് വെച്ചിട്ടാണോ എന്ന് ചോദിച്ചത്. കാരണം ഒരു കലാകാരനാണല്ലോ, പല പെർഫോമൻസസ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഇത് പക്ഷെ അല്ല എക്കണോമിക്സോ അല്ല, BA ഹിന്ദിയാണ് ഞാൻ. BA, MA, MPhil, B.Ed, ബാക്കിയൊന്നും ഇല്ല. അത് പക്ഷേ PhD ഉണ്ട്.
അത് ഉണ്ട്. ഞാൻ അധ്യാപകനായിട്ട് എറണാകുളം ഗേൾസ് സ്കൂളിൽ കുറേ നാൾ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതൊക്കെ എല്ലാം ഈ ഒരു 20% വെച്ച് ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട് മുന്നോട്ട്. ഇത്രയും പഠിക്കാനുള്ള റീസൺ അപ്പനും അമ്മയും. അപ്പനും അമ്മയും ഒന്നും ഇൻഡസ്ട്രിയിലുള്ളവരാണോ? അപ്പൻ കൽപ്പടിക്കാരൻ, അമ്മച്ചി സാധാരണ. അപ്പൻ്റെ പേര്? അപ്പൻ്റെ ഒരു വിൻസെന്റ്, അമ്മച്ചി ലിസി. അപ്പം അപ്പനാണ് എന്നെ നടനാക്കണമെന്ന് ആഗ്രഹം. കാരണം ഞാൻ അന്ന് സൂര്യ ടി വിയിൽ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നാണിത്തള എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ എഴുതുമായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു അന്ന്. കോളേജ് ടൈമിൽ നാടകമൊക്കെ എഴുതുമായിരുന്നു? കോളേജ് ടൈമിൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കലാഭവനിൽ ചേരുന്നത്. 10th കഴിഞ്ഞിട്ടുണ്ടാവും. കലാഭവനിൽ ചേരുന്നതെന്ന് പറഞ്ഞാൽ ട്രൂപ്പിലല്ല കയറുന്നത്, പഠിക്കാൻ കയറുന്നത്, മിമിക്രി പഠിക്കാൻ കയറുന്നു. കലാഭവൻ മധു, കലാഭവൻ ബെന്നി. ആബേലച്ചനുള്ള സമയത്താണ്. ആബേലച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് തൊട്ട് ദിനേശ ഞാൻ കണ്ടിട്ടില്ല ആബേലച്ചനെ. മണിച്ചേട്ടനൊന്നുമില്ല ആ സമയത്ത്. ഇല്ലില്ല, ജാഫർക്ക് ഉണ്ട്. ജാഫർക്ക് അന്ന് ട്രൂപ്പിൽ കളിക്കുന്നുണ്ട്. ജാഫർക്ക് എനിക്ക് 100 രൂപ ഭക്ഷണം കഴിക്കാൻ തന്നിട്ടുണ്ട് ഉച്ചക്ക് പട്ടിണിക്ക് ഇരിക്കുമ്പോൾ. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരുപാട് ഹെൽപ്പ്. അതെ, ആ കലാഭവനിൽ നിന്നാണ് നമ്മൾ എഴുത്തിലേക്ക് കിടക്കുന്നത്. ഒരു കോമഡിയാണ് എഴുതുന്നത്. സ്കിറ്റ്, കോമഡി സ്കിറ്റ്. പിന്നെ ആ അന്ന് മുതൽ കോമഡി കസിൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ബൈജു ജോസ്, ബാബു ജോസ് വഴി 2 ഇരട്ടകളില്ലേ, ആ 2 സഹോദരന്മാർ വഴി എനിക്ക് ചാനലിൽ കിട്ടി. അപ്പോൾ എനിക്കൊരു 16-17 വയസ്സുണ്ടാവും. അന്ന് മുതൽ കണ്ടിന്യൂസ് ഞാൻ 26 വയസ്സ് വരെ ചാനലിലാണ്. ബഡായി ബംഗ്ലാവാണ് എൻ്റെ ലാസ്റ്റ് പരിപാടി. ഞാനാണ്. ഞാനുണ്ടായിരുന്നു, ഈ പറഞ്ഞ മധുസാർ ഉണ്ടായിരുന്നു, സുനീഷ് ഉണ്ടായിരുന്നു. നല്ല പരിപാടി. അപ്പം അത് എഴുത്തായി. അപ്പം അതിൻ്റെ ഇടയിൽ മിമിക്രി പ്രോഗ്രാം, കലാഭവനിൽ പ്രോഗ്രാമിന് പോയി തുടങ്ങി. ബി ടീമിൽ ഞാൻ കളിച്ചു തുടങ്ങി. പണ്ടത്തെ കാലത്ത് ഈ കാസർഗോഡ് കാദർബായി, അങ്ങനെ മിമിക്സ് പരേഡ്, ആലഞ്ചേരി തമ്പ്രാക്കൾ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവി ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ബാച്ച് ഓഫ് ആൾക്കാരെ വെച്ച് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇല്ലാത്തത് എന്താണ്? ഇന്ന് ഈ പറഞ്ഞ പോലെ കാലഘട്ടത്തിൻ്റെ മാറ്റം ഭീകരമാണ്. കാരണം ഒരു കോമഡിയെ സസ്റ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. ഒരു കോമഡിയെ ബിഹേവ് ചെയ്യാൻ അതിനേക്കാൾ വളരെ പാടാണ്. പക്ഷേ ഒരു കൊമേഡിയൻ എന്ന് പറയുമ്പം ഒരു വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ്, ഇല്ലെങ്കിൽ ഒരു ആക്ടറായിട്ടൊക്കെ ആയിരുന്നു. ജഗതി ചേട്ടനൊക്കെയാണ് അതിന് ഭയങ്കര ഗ്രേഡ് കൊടുത്തത്. പക്ഷേ നേരെ മറിച്ച് ജിം ക്യാരി, അങ്ങനെയൊക്കെയുള്ള ചാർലി ചാപ്ലിൻ എന്നൊക്കെ പറയുന്നത് ലെജൻസ് ആണ്. ഈവൻ മിസ്റ്റർ ബീൻ ഒരു ലെജൻഡാണ്. എന്തുകൊണ്ട് അങ്ങനെയുള്ള ലെജൻഡറി ക്യാരക്ടേഴ്സിനെയോ സ്റ്റോറീസിനെയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല? അതെ, നമ്മളെ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം സത്യത്തിൽ ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ്. എനിക്ക് ചോദിക്കാം. കാരണം ഞാനിരിക്കുന്നത് ഒന്ന് കലാഭവൻ തിയേറ്റർ എക്സ്പീരിയൻസ്, പിന്നെ കോമഡിയെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾ. സോ മേ ബി യു ക്യാൻ തിങ്ക് ഓവർ ഇറ്റ്. ഞാൻ എന്തുകൊണ്ടെന്നുള്ളത് ചോദിച്ചെന്ന് വെച്ചാൽ, നമ്മളത് സച്ചിൻ ടെണ്ടുൽക്കറിനോട് നീ എന്തുകൊണ്ടാണ് പോയി ക്രിക്കറ്റ് കളിക്കാരനായത്, നിനക്ക് പോയിട്ട് മരം വെട്ടായിരുന്നില്ല എന്ന് ചോദിക്കണ പോലെയാണ്. എന്തുകൊണ്ടിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമല്ലോ ഏട്ടാ, അവനവൻ്റെ സാഹചര്യങ്ങളും സിറ്റുവേഷനും അവനപ്പം എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് ലോകത്ത് അവനല്ലാതെ ആർക്കും മനസ്സിലാവില്ല. വെരി ട്രൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്ത് ഒരാളെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ മരിച്ച ആത്മഹത്യ ചെയ്ത ആ ഇൻസിഡൻറ്റ്, കുറേ പേര് പറയുന്നത് കേട്ട് പിന്നെ മനക്കെട്ടിയില്ലാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കാര്യത്തിനാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്, ഇത്ര ചെറിയ കാര്യത്തിനാണോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെയും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ വേദനയാണ്. വെരി ട്രൂ. അവനോട് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല നമുക്ക്. കിട്ടിയോ? അതായത് അവന് മാത്രം മനസ്സിലാവുന്നൊരു വേദന, അവൻ സഫർ ചെയ്തത് എന്തുമാത്രമാണ് നമുക്കറിയാം. ഈവൻ ജസ്റ്റ് അയാൾക്ക് അയാളുടെ അമ്മയുടെ കണ്ണിൽ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണെങ്കിലോ. ഒരു സേയിങ് ഉണ്ട് ബിപിൻ, പെയിൻ ഹാസ് ടു ബി എക്സ്പീരിയൻസ്ഡ്, ഇറ്റ് ക്യാൻ നെവർ ബി എക്സ്പ്ലെയിൻഡ്. അതാണ് ആ ചോദ്യമാണ്. ഇപ്പം ചേട്ടൻ എന്നോട് ചോദിച്ചാൽ ഇത്രയും ഡെപ്തായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു ജോണർ ഉണ്ടാവും, നമ്മുടെ സ്റ്റൈൽ ഉണ്ടാവും. ആ സ്റ്റൈലിലുള്ളതേ നമുക്ക് വരുള്ളൂ. താങ്കളുടെ ഒരു ആരാധകൻ എന്ന് തികഞ്ഞ് പറഞ്ഞുകൊണ്ട്, കാരണം ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവേഴ്സ്, ഞാൻ പറയുന്നത് എനിക്ക് അന്തസ്സോടുകൂടിയാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു സൃഷ്ടിക്കുള്ള നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ താങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പിലിട്ട ബീഫ് ചെയ്യണം ചേട്ടാ. അപ്പം എൻ്റെ ക്രിയേറ്റിവിറ്റി മാറി, മനസ്സിലായില്ല, എൻ്റെ ക്രിയേറ്റിവിറ്റി അപ്ഗ്രേഡഡ് ആയി, നെക്സ്റ്റ് ലെവലിലായി. അപ്പം നമ്മളിഷ്ടപ്പെട്ട നമ്മളെ കുട്ടിക്കാലങ്ങളുണ്ട്, ഈ പറയുന്ന മിമിക്രിയുടെ ആക്ടേഴ്സിനെ എല്ലാം കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നടന്ന് അങ്ങനെയാണല്ലോ സെക്കൻഡ് ഫേസ് ഓഫ് മൂവി ബിൽഡ് ചെയ്ത് വന്നത്. അപ്പം അതിനൊരു തൂലിക ചലിക്കാൻ അല്ലെങ്കിൽ ചലിപ്പിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഞാനൊരു കാരണമാവട്ടെ. പിന്നെ ചേട്ടൻ പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നു. ചേട്ടൻ പറഞ്ഞതെല്ലാം
പെർട്ടിക്കുലർ ആക്ടേഴ്സിൻ്റെ സ്കില്ലും കൂടിയാണത്. ചാർലി ചാപ്ലിൻ അതൊരു ക്രിയേറ്റ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അറിയപ്പെട്ടത് അവരുടെ ഓൺ സ്റ്റൈലിലാണ്. റോവൻ ആൻഡ് കിഡ്സൺ, ചേട്ടൻ പറഞ്ഞ മിസ്റ്റർ ബീൻ, വെറും 9-11 എപ്പിസോഡല്ലേ ചേട്ടാ അയാൾ ചെയ്തിട്ടുള്ളൂ. അതിൽ ചേട്ടൻ ആലോചിച്ച് നോക്കിയ സ്ക്രിപ്റ്റിന് മുകളിലാണോ അയാളുടെ മാനറിസങ്ങൾ അല്ലേ? ഒരു ബെഞ്ച് മാർക്ക് അത് ആക്ടേഴ്സിൻ്റെയും കൂടി സ്കില്ലാണെന്ന് പറയുമായിരുന്നു ഞാൻ. റീസെൻ്റ്ലി ഞാനിപ്പം ജാക്കി ചാൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ജാക്കി ചാൻ ഞാൻ ഓസ്കാർ പിടിച്ചുകൊണ്ട് നിന്ന സമയത്ത് അച്ഛനുമായിട്ട് സംസാരിച്ചൊരു കാര്യമാണ്, ബ്രൂസിലിയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ പോയപ്പോൾ ഇതേപോലത്തെ ഒരു ലെജൻഡ് എന്തെങ്കിലും ആവും. അപ്പം ഞാനൊരു ചീപ്പ് ഫൈറ്റർ ഇല്ലെങ്കിൽ അതിന് പറഞ്ഞത് സ്റ്റൺ മാസ്റ്റർ പുള്ളി തന്നെ പറഞ്ഞാൽ അവിടെ നിന്നും പുള്ളി ബ്രൂസിലിയുടെ റേഞ്ചിലേക്ക് എത്തുക, ഇല്ലെങ്കിൽ പുള്ളി ഇന്നും ബ്രൂസിലിയെ ലെജൻഡായിട്ട് തന്നെ കാണുന്നത്. അപ്പം ബ്രൂസിലിയെ പോലെ ആയില്ലെങ്കിലും എൻ്റെ ബെഞ്ച് മാർക്ക് ഉണ്ടാക്കണം. അപ്പോൾ ബ്രൂസിലി ഭയങ്കര സീരിയസ് ഫൈറ്ററാണ്, ബ്രൂസിലിയുടെ സീരിയസ്. അപ്പോൾ അതിന് പകരം ജാക്കി ചാൻ ഒരു ഹ്യൂമർ ആൻഡ് അത് കംപ്ലീറ്റ് പുള്ളി അങ്ങനെ കൊണ്ടുവന്നു, ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മലയാളം ഇൻഡസ്ട്രി എന്നൊരു പാൻ ഇന്ത്യൻ മൂവിയിലേക്ക് പോവാം. ഞാനിപ്പം ബിപിൻ ജോർജ് എന്ന റൈറ്ററോടാണ് സംസാരിക്കുന്നത്. ബിപിൻ ജോർജ് എന്നൊരു മിമിക് ഉണ്ട്, ബിപിൻ ജോർജ് എന്നൊരു സിംഗറുണ്ട് അല്ലേ, എനിക്ക് മനസ്സിലാക്കാം. ഇപ്പം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും പ്രേക്ഷകരെ അറിയാനും ആഗ്രഹിക്കുന്നത് ഇതേപോലത്തെ ബെഞ്ച് മാർക്കുകൾ ഉണ്ടാക്കിയ രസമായിരിക്കത്തില്ലേ? ഉറപ്പായിട്ടും. അതിനെപ്പറ്റി ഒന്ന് മാറി ചിന്തിക്കുക, ഇല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് ചിന്തിക്കുക, അതിനൊക്കെ ഒരു വഴി ഇപ്പം നമ്മൾ ഒരു സജഷൻ അല്ലേ? അതെ, നമ്മൾ ഉറപ്പായിട്ടും അതിനുള്ള ശ്രമങ്ങളാണ് സിനിമകളിൽ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം സിദ്ദിഖ് ലാൽ സാറിൻ്റെയും റാഫി മെക്കാട്ടി സാറിൻ്റെയൊക്കെ പടങ്ങൾ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത ആളുകൾക്കിടയിലേക്കാണ് നമ്മൾ അമർ അക്ബർ അന്തോണി കൊണ്ടുവരുന്നത്. അപ്പോൾ അതന്നത്തെ ട്രെൻഡ് സെറ്ററാണ്. അത് കഴിഞ്ഞ് ശ്രീനിയേട്ടൻ ചെയ്ത അതേ വഴികളിലൂടെ പോയിട്ടാണ് കട്ടപ്പന ഋത്തിക് റോഷൻ എഴുതിയത്. ഇപ്പം ലാസ്റ്റ് ചെയ്ത ഡയറക്റ്റ് ചെയ്ത പടങ്ങളിൽ വെടിക്കെട്ടാണെങ്കിൽ പോലും ജാതി മതവും ഒക്കെ വെച്ചിട്ടുള്ള കഥകളായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ചേട്ടാ. ഇപ്പം എൻ്റെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഫാമിലി ലൈഫൊക്കെ. ഫാമിലി ലൈഫ്, അമ്മ, 2 ചേച്ചിമാരെ, 2പേരും കല്യാണം കഴിഞ്ഞു. പിന്നെ ഉള്ളത് വൈഫ്, ഒരു കുഞ്ഞ്. വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് ഗ്രേഷ്മ. കുഞ്ഞിൻ്റെ പേര്? കുഞ്ഞിൻ്റെ പേര് മിഴി. എങ്ങനെ ഫുഡൊക്കെ എങ്ങനെയാണ് വീട്ടിൽ? വീട്ടിൽ കുക്ക് ചെയ്യലില്ല, കൂട്ടുകാരന്മാർക്ക് വേണ്ടിയുള്ള കുക്കിംഗ്. മീൻകറിയും ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യും. വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും. വൈഫും കൊടുക്കും. അമ്മച്ചി എക്സ്പെർട്ട്. വെർസറ്റൈലാണ്. ഈ വിപിൻജിയുടെ ഫേവറേറ്റ് റെസിപ്പികൾ ഏതൊക്കെ പഠിക്കും? ഇപ്പോൾ ഉപ്പിലിട്ട ബീഫ് പറഞ്ഞു. വെജിറ്റേറിയൻ സൈഡിലൊക്കെ പോവാം. വെജിറ്റേറിയൻ സൈഡിൽ പോവുകയാണെങ്കിൽ അമ്മച്ചി ഉണ്ടാക്കണ പരിപ്പ്, മുളേഷ്യ, പച്ച പരിപ്പ്. ഈ മൊളേഷ്യയെ പറ്റി ജനറലി വലിയതായിട്ട് ആർക്കും അറിയത്തില്ല. എനിക്കറിയില്ല. പലയിടത്തും ഞാനിത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഡിഷ് അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല. ഒരു ബ്രാൻഡ് ചെയ്യേണ്ട ഡിഷ് അല്ലേ? അയ്യോ, ഭയങ്കര ടേസ്റ്റ് അല്ലേ അത്. ആ കടുകും ചെറിയ ഉള്ളി ഒരു ഭീകരനാണ് കേട്ടോ. കൊള്ളാം അല്ലേ? ചെറിയ ഉള്ളി ഒരു ഭീകരൻ അല്ലേ? ടൈറ്റിലാണല്ലോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമുക്ക് ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവരിപ്പോൾ സവാള എടുത്തിട്ട് അടിക്കുന്നത്. പക്ഷെ ഈ ഉള്ളിയുടെ ഉള്ളിയുടെ ഏതാണ് മോശമാവുന്നത് അല്ലേ? അതെ, ചെറിയ ഉള്ളി ഒരു എന്താ പറയുക, ഒരു മാസ്റ്ററാണ് ഒരു ഡിഷിനകത്ത്. ഇന്നലെ വീട്ടിൽ പെങ്ങള്, മൂത്ത റിൻസി, ഇളയ പെങ്ങള്, അവള് മറ്റേ എന്താ പച്ചടിയോ ഇത് വെച്ചിട്ട് ഉണ്ടാക്കണ, വെള്ളരിക്ക വെച്ചിട്ട് ഉണ്ടാക്കണ, തൈരൊക്കെ ഇട്ടിട്ട് പച്ചടി, അതിലവള് ഈ സാധനം ഇട്ടേ, ഇത് ചെറിയുള്ളി. അപ്പൊ ഈ നമ്മൾ ഈ വെള്ളരിക്ക കഴിക്കണതിന്റെ ഇടയിൽ ഈ സാധനം കണ്ട് ഇടയിൽ കയറി വരുമ്പോൾ നല്ല ഫുഡിയാണ്. പിന്നെ വൈഫൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലാണോ അതോ? അല്ല, വൈഫ് ഒരു സാധാരണ എൻ്റെ അപ്പൻ്റെ പോലത്തെ ഒരു അപ്പച്ചനാ. കൽപ്പണി തന്നെയാണ് അപ്പച്ചന്. അവർ 3 പേരാണ്, പെൺകുട്ടികളാണ്. 2 പേര് കന്യാസ്ത്രീ ആവാൻ പോയ ആൾക്കാരാണ്. ഒരാൾ കന്യാസ്ത്രീ ആയി, ഒരാളിപ്പം വന്നു തിരിച്ച്. ഇവള് അതിൻ്റെ നടുക്കത്താണ്. പെണ്ണ് കാണാൻ പോയ അനുഭവം വൻ കോമഡി ആയിരുന്നു. നമ്മുടെ സലീഷ് കരിക്കൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ കല്യാണ നിശ്ചയമോ അതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവനന്ന് രാവിലെ എന്തോ വൈകുന്നേരം കഴിക്കണമെന്നും പറഞ്ഞിട്ട് കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തെങ്ങിന്ന് മറ്റേ ചെത്തി ഇറക്കിയ കള്ള് കണ്ടും ഉണ്ടായിരുന്നു. അതപ്പോൾ ഒരു കുപ്പി നിശ്ചയം ആയതുകൊണ്ട് ഇവന് വെക്കാൻ സ്ഥലമില്ല. കണ്ടിട്ട് എൻ്റെ കാറിൻ്റെ ഉള്ളിലെ സെല്യൂരിയൂർ വെച്ച് ഇവരെന്നോട് പറയും ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എടുക്കാൻ മറന്നുപോയി നിശ്ചയം കഴിഞ്ഞിട്ട്. ഈ നിശ്ചയം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ പെണ്ണ് കാണാൻ പോണത്. ഇത് കാറിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് ആടി ഇത് ഗ്യാസ് കയറിയിട്ട് ഒരൊറ്റ പൊട്ടിത്തെറിക്കലായിരുന്നു. കാറ് മുഴുവൻ കളിച്ച പെണ്ണ് കാണാൻ
ഇപ്പോഴേക്ക് രേഷ്മയ്ക്കത് അറിയില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴേക്ക് ഞാനാണെങ്കിൽ കഴിക്കാത്ത ആള്. ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ അന്നൊന്നും ഞാൻ തൊടൂല ഈ സാധനമൊന്നും. അപ്പോൾ ആ കാറ് മൊത്തം മണം ഇട്ട് എങ്ങനെ പോയിട്ടും മണം മാറില്ല. പെണ്ണ് കാണാൻ പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് വന്നു വെറുതെ പറയുമല്ലോ, കള്ളു കുടിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കാറ് ഓപ്പോസിറ്റ് അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിലിട്ട് എന്നിട്ട് പതുക്കെ നടന്ന് അവിടെ ചെന്ന് പെണ്ണ് കണ്ടിട്ട് വേഗം അവിടെ നിന്ന് പോന്നാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും കാണാൻ പറ്റില്ല, മര്യാദക്ക് ഓർമ്മയില്ല. എന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരൊക്കെ എന്താണ് ഇവിടെ മണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ നിൽക്കണ്ടേ, ഞാൻ വേഗം വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പോകുന്നു. ഇനി അത് കണ്ടുപിടിച്ചിട്ട് ചെക്കനടിച്ചേട്ടാ ഇതൊരു സിനിമയും കാണുമോ? ഇത് സിനിമയും കാണും. ഇത് ഞാൻ ഒരു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ആണ് ഈ കള്ളുകഥ. ഫസ്റ്റ് ലുക്കിൽ തന്നെ താങ്കൾ ഇഷ്ടപ്പെട്ടു, താങ്കൾക്ക് ഇഷ്ടം? അത് ഞാൻ അത് അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഏട്ടാ, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നല്ലൊരാളായിരിക്കണം. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇതാണ്, ഞാൻ എപ്പോഴും തിരക്കുള്ള ആളാണ്. തിരക്ക് ഇപ്പം ഇനി ഈ സിനിമയും ഇതൊന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ തിരക്കായിരിക്കും. നമുക്ക് തിരക്കാണ് ഇഷ്ടം. ഈ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയാണോ ഇത്രയും പഠിച്ചു കൂട്ടിയതൊക്കെ? അല്ല, ഗവൺമെന്റ് ജോലിക്ക് ഒന്നും അല്ല, അതിന് വേണ്ടിയിട്ട് അല്ല. കാരണം ഈ പൊതുവെ വീട്ടുകാരെല്ലാം നീ പഠിക്കൂ, PSC എഴുതാൻ പോയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? PSC ഇതുവരെ ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ. ഇൻഡസ്ട്രിയിലോട്ട് ഓഡിഷൻ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അഭിനയിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഞാൻ സിനിമാല എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കുറേ എപ്പിസോഡിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ കൂട്ടത്തിൽ കൈയടിക്കാനൊക്കെ. പിന്നെ ഞാൻ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ചില സ്ഥലത്ത് നമുക്ക് നിൽക്കേണ്ട, അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ഞാൻ അവിടെ നിൽക്കാറില്ല. അതിലെനിക്ക് പൈസ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ചെറിയ ഇത് കിട്ടിയാൽ മതി. നമ്മളൊരു ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ നിന്ന് പോകും. ആരോടും ദേഷ്യമൊന്നുമില്ല, ഞാൻ മാറിക്കളയും. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള പോക്ക് അങ്ങനെ നിർത്തി. അതുപോലെ തന്നെ കേരള ടുഡേ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ അതാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം എന്ന് തോന്നുന്നു, മക്ബുൽ ഹീറോ ആയിട്ടുള്ള പടം. അവിടെയും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പോയത്. അപ്പോൾ അന്ന് എനിക്ക് ശ്രീജിത്ത് രവിച്ചേട്ടനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ്. എന്നെ ഒന്ന് എന്തോ തോന്നിയിട്ട് പുള്ളി എനിക്ക് ഡയലോഗൊക്കെ തന്നു. ഡയലോഗ് ഉണ്ടായില്ല, പാവം എനിക്ക് ഈ ഡയലോഗൊക്കെ തന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അവിടെയും പക്ഷേ ഇതേപോലെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നിൽക്കാൻ തോന്നിയില്ലായിട്ട് പോവുക ചെയ്തത്. അപ്പം അതിനുശേഷമാണോ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ സജീവം? അത് കഴിഞ്ഞിട്ട് ഈ കോമഡി ഈ പറഞ്ഞ അമർ അക്ബർ അന്തോണി എഴുതാൻ പറയുന്നത് BC നൗഫൽക്കാണ് എന്നോട്. അല്ല, പുള്ളിക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. BC നൗഫൽക്കൊക്കെ വേണ്ടിയിട്ട് വിഷ്ണുവിനെയും എന്നെയും പിന്നെ ഒരു വേറെ കോമൺ ഫ്രണ്ട് ഉണ്ട് റിദിൻ, ഞങ്ങൾ 3 പേരെയും വെച്ചിട്ട് ഉണ്ടാക്കിയ കഥയാണ് അമർ അക്ബർ അന്തോണി. അന്ന് അമർ അക്ബർ അന്തോണി എന്നല്ല ടൈറ്റിൽ, ഓഡിയൻസ് എന്നാണ്. പിന്നെ അത് നടന്നില്ല. പിന്നെ അപ്പം മരിച്ചു എൻ്റെ ഇടയിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഇനി വിഷമം ഒരിക്കലും തീരാനും പോകുന്നില്ല. അത് വിഷമം ഉണ്ടെങ്കിൽ തന്നെ അതാണ് എൻ്റെ വിഷമം. കാരണം അപ്പന് എന്നെ നടനായിട്ട് നായകനായിട്ടോ ഒന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ എനിക്ക് അപ്പന് നല്ലൊരു കുപ്പി വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ അപ്പിച്ചൊക്കെ ഈ കട്ടപ്പണം പണിയല്ല ചേട്ടാ, വെയിലത്ത് പണിയൊക്കെ എടുത്ത് വൈകുന്നേരം 2 അടിച്ച് വരുമ്പോൾ നമ്മൾ ചൂടാവും. മനസ്സിലായി, എന്തിനാ വെള്ളം അടിക്കണത് മറ്റേത് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ബോധ്യമുണ്ട്, വൈകുന്നേരം വെറുതെ നമ്മൾ AC റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന നമ്മൾ വൈകിട്ടാകുമ്പോൾ നമ്മൾ ടയർഡാവും അല്ലേ, നമ്മൾ ഇതാവും, ബ്രെയിൻ ഫോഗാവും നമുക്ക്. അപ്പോൾ അവരുടെ കാര്യം ആലോചിക്കുക, ആ വെയിലത്ത് നിന്നിട്ട് അത് ഒരു തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അമ്മേനെ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇവരെല്ലാം നമുക്ക് ചുറ്റിനും ഉണ്ട് എന്ന് വിശ്വസിക്കും. എൻ്റെ അച്ഛനും അമ്മയും പാസ്സായത്, മരിച്ചുപോയി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ദേ ആർ ലൈക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് ഇൻ മൈ ലൈഫ്. ഞാൻ ജീവിതത്തിൽ 10 വർഷമാണ് ആകെ അമ്മയായിട്ട് ജീവിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിൽ. ആ 10 വർഷത്തിൻ്റെ ഓർമ്മകളാണ് ഫുഡായിട്ട് ഞാനിപ്പം റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാൻ ട്രൂലി അണ്ടർസ്റ്റാൻഡ്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്രദർ പറഞ്ഞ കണക്ക് ഒന്നും ചെയ്യാനില്ല നമുക്ക് ചില കാര്യങ്ങൾ. അത് എനിക്കിപ്പോൾ ഈയിടെ ഭയങ്കരമായിട്ടൊരു വിഷമങ്ങൾക്ക് വന്ന കേസെന്ന് വെച്ചാൽ, നമ്മളെ ചെറുപ്പം മനോഹരമാക്കിയ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പമാണെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്ന പല നടന്മാരും നമ്മളെ വിട്ട് പോകുന്നില്ല ഇപ്പോൾ. അപ്പം എനിക്കത് ഭയങ്കര പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതെ, ലാലേട്ടൻ ഇപ്പം റീസെൻ്റ്ലി പറഞ്ഞ് ഞാൻ TV ഓൺ ചെയ്യാറില്ല. അതെ അതെ ഭയങ്കര പതറി. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞു TV ഓൺ ചെയ്താൽ ഇവരാരും ഇല്ല. ഇപ്പോൾ ചന്ദ്രലേഖയുടെ കാര്യമാണ് ലാലേട്ടൻ പറഞ്ഞത്. ശ്രീനേട്ടനെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെയല്ല. ശ്രീനേട്ടൻ പോയി കഴിഞ്ഞപ്പോഴാണ്
എനിക്ക് എന്തുമാത്രം അങ്ങനെ ഇഷ്ടമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഈ കേരള ടുഡേക്ക് ശേഷമുള്ള സ്റ്റോറി എങ്ങനെയാണ് പോയത്? പിന്നെ അത് കഴിഞ്ഞിട്ട് രാവെന്നും പറഞ്ഞിട്ടൊരു പടത്തിൽ ഒരു നെഗറ്റീവ് റോൾ ചെയ്തു. ഇറങ്ങിയോ പടം? ഇറങ്ങി. പിന്നെ അജിത് പെഗാസിസ് ആയിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പം മരിച്ചതിന് ശേഷമായിരുന്നു ആ പടം. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബഡായി ബംഗ്ലാവ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലൊരു സ്റ്റോറി ഉണ്ടെന്ന് നാദിർഷ്ക അറിയുകയും അവിടെ ഷൂട്ടിന് വന്ന നാദിർഷ്ക എന്നോട് ചോദിക്കുകയും പിന്നെ ഞാനും വിഷ്ണു കൂടി പോയി കഥ പറയുകയും അങ്ങനെ ഓണാവുന്നതാണ് ആ പടം. കട്ടപ്പന രോഷൻ അമറാണ് ഫസ്റ്റ്. അത് ഈ പേര് മാറ്റുന്ന നാദിർഷ്കയാണ്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നാദിർഷ്കയ്ക്ക് തന്നെയാണ്. മനസ്സിലായി. കല്യാണത്തിന് ശേഷമാണോ ഫസ്റ്റ് നായകൻ്റെ സിനിമ ഇറങ്ങുന്നത്? അതെ, ഫസ്റ്റ് നായകനായിട്ട് കല്യാണത്തിന് ശേഷം. കല്യാണം ഉറപ്പിച്ചിട്ട് ഷൂട്ടിങ് തീർന്ന ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം. ലവ് മാരേജ് ആയിരുന്നു? അല്ല, അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലവിനെ പറ്റി പറഞ്ഞു. അതൊക്കെ പോയി. പ്രണയമായിട്ട് തുടരാൻ വിവാഹമല്ലല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രണയങ്ങളിങ്ങനെ അതല്ലേ അതിൻ്റെ ഭംഗി. ബ്യൂട്ടിഫുൾ തിങ്സ് ഈസ് അങ്ങനെ തന്നെ പോവാന്നുള്ള. എനിക്ക് നല്ലൊരു പ്രണയകാലം ആസ്വദിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. ഒരിക്കലും എൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ നാളെ ഒന്നും ആവില്ലെന്ന് കരുതിയിട്ടോ ഒന്നും പോയ ആളുകളില്ല. അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് മാത്രം. ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ സിറ്റുവേഷൻസ് കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല സിനിമ തന്നെ ആയിരുന്നു ഗെയിം. അപ്പോൾ എനിക്കും എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാനും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ അവർ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോഴും വളരെ സ്നേഹത്തിൽ നമ്മളോട് ആ ഒരു ഇതുണ്ട്. ഒരിക്കലും ഒരാളും എന്നെ ഇല്ല, ഒരിക്കലും തേച്ചെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഓസ്പീഷ്യസ് ടീ ആണ്. എൻ്റെ ഈ ടീയുടെ പേര് ആംബ്രോസിയ ആണ്. സോ ബിഫോർ വി സ്റ്റാർട്ട് വിത്ത് എ ടീ ആൻഡ് കം ബാക്ക് ടു അവർ കോൺവെർസേഷൻ, വിൽ ഗോ ഫോർ എ ടീ ബ്രേക്ക്. ഷൈൻ വിത്ത് നളൻ. സാധനം പൊളിയാ. നമ്മളിതിങ്ങനെ കത്തിക്കുക. ഇതിങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ വാറ്റുകാരും ഒന്ന് പിടിക്കും എക്സൈസ് എല്ലാ സാധനവും ഇതിങ്ങനെ കത്തിക്കുക. വീട്ടിലൊക്കെ ചായ ഇടുമ്പോൾ പിള്ളേരൊക്കെ വന്നിരിക്കുമ്പം നമുക്കിങ്ങനെ കാണിക്കാം. ഇതുണ്ടോ സ്മോക്ക് ഇതിനകത്ത് നിർത്തുക. അങ്ങനെ നിർത്തണം. കണ്ടോ സ്മോക്ക് കഴിക്കുന്നുണ്ടോ? ഇതൊരു ഡ്രിങ്ക് ആണ് കൂടെ. ഇതൊരു ആൽക്കഹോൾ ഡ്രിങ്കിനെ നമുക്കിങ്ങനെ കോക്ടെയിലായിട്ട് ചെയ്യാം. നമ്മളിതിനെ ടീ ആക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഫ്ലേവറിനകത്തോട്ട് നമ്മൾ ഈ ടീ ഒഴിക്കുകയാണ്. ഈ കറുകപ്പട്ട എവിടെ നിന്നിട്ടോ? അതൊക്കെ പറയാന്നേ പിടി. ലൈഫിൽ കഴിച്ച നല്ലൊരു എള്ളുണ്ടേ മനസ്സിൽ വിചാരിക്കുക. വാ, ഇതാണ് ലോകപ്രശസ്തമായ ഒരു എള്ളുണ്ടയുടെ കഥ എഴുതിയ മറ്റേ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ ആളൊക്കെ. അതിൽ വേൾഡിൽ ഏറ്റവും ഫേമസ് എള്ളുണ്ടയെ പറ്റി എഴുതിയേക്കുന്നത് എൻ്റെ എള്ളുണ്ടയാണ്. അതെ. ലാലേട്ടനായിട്ട് ഇരുന്നിട്ടില്ലേ? ലാലേട്ടനായിട്ട് ഇരുന്നിട്ടില്ല. നിങ്ങൾക്ക് പറ്റിയ ആളാണ്. അല്ല, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്. അതെ. വേൾഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ഡ്രിങ്കാണ് ബ്ലൂ ടീ എന്ന് പറയുന്നത്. ഇത് അപ്പോൾ ഈ മ്യൂസിക് എന്ന് പറയുന്നിടത്താണ് നമ്മൾ വരുന്നത്. മ്യൂസിക്. ഇപ്പോൾ ഞാൻ ഫുഡും താങ്കൾ മ്യൂസിക്കിലാണ് തുടങ്ങുന്നത്. സ്ഥിരം മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ടുകൾ ഏതാണ്? എനിക്ക് 2-3 പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുണ്ട്. അതായത് ഒന്ന് തൂമഞ്ഞ്. അതിൻ്റെ അനുപല്ലവി എന്ന് പറയുന്നത് നമ്മളെവിടെ നിന്നോ, ഇപ്പം നമ്മൾ ന്യൂയോർക്ക്, ന്യൂജേഴ്സി അല്ലെങ്കിൽ ടൈം സ്ക്വയറിൻ്റെ താഴത്ത് സായിപ്പന്മാരുടെ ഇടയിൽ നിന്നാലും പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമപ്പന്തലിൽ പോയെന്നോ ദാസേട്ടൻ പാടുമ്പോൾ നമ്മൾ അതൊന്ന്. പിന്നെ എനിക്ക് MG അണ്ണൻ്റെ വാലിട്ടു കണ്ണെഴുതി വെള്ളോട്ടു വളയണിഞ്ഞ് ഒരു നാൾ നീ എൻ അന്തർജനമാകും. വാലിട്ടു കണ്ണെഴുതി വെള്ളോട്ടു വളയണിഞ്ഞ് ഒരു നാൾ നീ എൻ അന്തർജനമാകും. കൺമണിത്തിങ്കളേ നിൻ കളങ്കം, കൺമണിത്തിങ്കളേ നിൻ കളങ്കം. അങ്ങനെ പോയിട്ട് കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ നൊമ്പരം.
ഓ കേട്ടു ഞാൻ, അതെൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. എനിക്ക് ഈ തണുപ്പിൻ്റെയും ഈ ഇരിപ്പിൻ്റെയും കൂടിയാണ് അധികം ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള 2 വരിയാണ്. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു, നിന്റെ മന്ദ സ്മിതത്തിൽ ഞാൻ കുളിരുന്നു. അറിയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പാരഹസ്യം രാധതൻ പ്രേമ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പാടാനാണെങ്കിൽ പറയണ്ട്. ഇതൊക്കെയാണ് എപ്പോഴും കൂടുതൽ വായിൽ വരുന്ന പാട്ടുകൾ. ലാലേട്ടൻ്റെ സിനിമകളുടെ പാട്ടുകൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഇപ്പോൾ വൈശാഖ സന്ധ്യയെ, പിന്നെ മറ്റേ നാടുവാഴികൾ, ആ സമയമുണ്ട്, ആ സീസൺ സമയം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ കുടുങ്ങിയിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയായിരിക്കും? അത് വിഷ്ണുവത്തിലൊരു പാട്ട് ഉണ്ട്. മായികരാവിൻ മലമിഴി മഞ്ചലി ഇന്നിന്മാരിലേക്കു നീ വരുന്നു, പൊന്നൂടക്കുഴലുതി ഒളിക്കാനാളുണ്ടേ, അമരനൂലിൻ്റെ കുട്ടുണ്ടേ, ഓ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ നൊലിയോ തേങ്ങലോ. അത് ഈ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ഗുണം, ലാലേട്ടന് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആളുകളുടെ മനസ്സിലേക്ക് വരാൻ പാട്ടുകൾ ഒരുപാട് സ്വാധീനിച്ചു. വിജയിനെ ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾ? അങ്ങനെ സ്റ്റാർ ആവാൻ വലിയൊരു കാരണം പാട്ടുകളും അദ്ദേഹത്തിന്റെ എൻട്രി മ്യൂസിക്കുകളും ആ ഡാൻസും. ഇപ്പം ഈ നമ്മൾ ഈ പാട്ടുകാരനായിട്ടൊക്കെ നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ മിമിക്രിക്കാരനായിട്ടൊക്കെ നടക്കുന്ന സമയം, ഞാനും കോളേജിൽ ഈ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ട്രെൻഡ് സെറ്ററുണ്ട്, ഒരുത്തം കാണും. ആ സമയത്ത് ഇറങ്ങിയ ഒരു പാട്ടും പഠിച്ചുകൊണ്ട് ഓടി വരും. അങ്ങനെ ആ സമയത്ത് ട്രെൻഡ്, നമ്മൾ അന്നായിരിക്കും ആ പാട്ട് കേൾക്കുന്നത്. ഇയാൾ ഇത് കുത്തിയിരുന്ന് അന്നില്ല കാസറ്റും ഒക്കെ വാങ്ങിച്ച് റെക്കോർഡൊക്കെ ചെയ്തു പോകുന്ന സമയമാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ട്, ടേപ്പ് ഉണ്ടായി. അപ്പോൾ ആ ടേപ്പിൽ അപ്പച്ചി നല്ല പാട്ട് കേൾക്കുന്ന ആളാണ്. കാരണം അപ്പച്ചിക്ക് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആകാശവാണി കേട്ട് കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചി, അപ്പോൾ അന്ന് കാസറ്റാണ്. ആ കാസറ്റ് 2 സൈഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്നേഹസാഗരം, ചമ്പക്കുളം തച്ചൻ, ഇത് 2 കൂടി അപ്പുറത്തും ഇപ്പുറത്തുവാ. അപ്പോൾ ചമ്പക്കുളം തച്ചലിൽ അയ്യോ കാരണം പാട്ടുകളാണല്ലോ. പായിപ്പട്ടയോടി വെള്ളമായൊരൻ മോഹക്കായൽ മോതി വെള്ളമാണു നീ നിൻ മൗനം പോലും. കുറെ സാധനം ഉണ്ട്, പ്ലാനൊക്കെ കുറെ. അത് സ്നേഹസാഗരത്തില് ഇത് കുത്തിരുന്ന് കാണാൻ പഠിക്കും. ഇത് കേൾക്കും. അന്ന് പാട്ടുപുസ്തകമുണ്ട്. അയ്യോ പാട്ടുപുസ്തകം എൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 19 പാട്ടുപുസ്തകം അന്ന് മുതലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആ കളക്ഷൻസ് മുഴുവൻ ഞാൻ രമേശ് ചേട്ടന് കൊടുത്തു. രമേശ് ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പഴയതൊക്കെ കളക്ട് ചെയ്യണം. ഞാൻ ഇപ്പം ഈ അടുത്ത ബിടായബംഗ്ലാവ് വേണ സമയത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പാട്ടുപുസ്തകം കറക്റ്റായിട്ട് ആ സമയത്ത് വാങ്ങിക്കും? 5 രൂപ 3 രൂപ 3 രൂപ തുടങ്ങിയിട്ട് മേടിച്ചു തുടങ്ങിയത്. എന്നിട്ട് കുത്തിരുന്ന് പഠിക്കും. പിന്നെ പഠിക്കും. അന്ന് പാട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സ്റ്റേജിൽ പോലും പാട്ട് പാടിയിട്ടില്ല. മിമിക്രി തുടങ്ങിയതിന് ശേഷം വിട്ട് പിന്നെ മാർഗംകളി എന്ന് പറഞ്ഞ പടം വന്ന് അതിലൊരു പാട്ട്, ഞാൻ പാടിയ പാട്ട് ഹിറ്റായി. പിന്നെയും ആ പാട്ടുകാരൻ്റെ ഇത് എനിക്ക് തലയിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ എന്നോട് ഒരാൾ പോലും ശബ്ദം അനുകരിക്കാനോ ഒന്നും പറയാറില്ല. എവിടെ ചെന്നാലും പാട്ട് പാടാൻ. ഞാൻ ശബ്ദം അനുകരിക്കാൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, നമ്മൾ തമ്മിൽ പ്രോഗ്രാം ചെയ്ത സമയത്ത് വിജയ് സേതുപതി എടുത്ത് തകർത്തുകളാണ്. ഞാൻ ഞെട്ടി അടുത്ത്. കാരണം വിപിൻജിയുടെ ആ ഒരു കഴിവിനെ പറ്റി നമുക്ക് അറിയില്ലായിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി ആ സാധനം, ആ വിജയ് സേതുപതി. நலன் சார், நம்ம நல்லா பேசுவோம் சார். இவர் வேறு லெவல் சார். இவரை ஃபுட்டெல்லாம் நடுங்க சார். அவர் வேறு லெவல். இந்த நலன் சார் ஃபுட்டு, எனக்கு பேச்சு எல்லாம் எனக்கு ரொம்ப பிடிக்கும் சார். ഒരു കാര്യം சொல்லிட்டேன். അതിന് ഭയങ്കര പുള്ളിയുടെ സൗണ്ട് ഭയങ്കര മാജിക്കാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ചേട്ടൻ നേരത്തെ പറഞ്ഞ അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ പരമാവധി എല്ലാ കാര്യങ്ങളും എഴുത്തുകാരനത്. ഇനി സത്യത്തിൽ സോഷ്യൽ മീഡിയയും ഈ ഇൻസ്റ്റാഗ്രാമും അതിൽ വരുന്ന സാധനങ്ങളൊന്നും എനിക്ക് സത്യത്തിൽ വലിയ ഇഷ്ടമുള്ള ആളല്ലേ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെ മാനസികമായിട്ട് അത് വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിലാണ്. അതിൻ്റെ ഗുണങ്ങൾ ഒരു സൈഡിൽ ഭീകരമായിട്ടുണ്ട്.
എന്നാൽ ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് നേരെ ഈ സാധനമൊക്കെ എടുത്ത് കാണുമ്പോൾ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു സാധനം ഇതിൽ വരുന്നുണ്ട്. ഈ കമ്പാരിസൺ എന്താണ്? നേരത്തെ നമ്മുടെ കമ്പാരിസൺ ആയത് മാക്സിമം എന്താ, നമ്മുടെ അമ്മ പറയും നീ ആ അപ്പുറത്തെ ചെക്കനെ നോക്കി പഠിക്കടാ, ഇതേ ഉള്ളൂ. പക്ഷെ ഇന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ ഓരോ ആളുകളായിട്ടും നമ്മളെ കമ്പയർ ചെയ്യുന്നു. കമ്പാരിസണിൽ നമ്മളെ നിർബന്ധിച്ച് കമ്പയർ ചെയ്യിപ്പിക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ, നമുക്ക് പണ്ട് ടി വി ആണെങ്കിൽ ഓഫ് ചെയ്താൽ മതിയല്ലോ, റീലിൽ എങ്ങനെ നടക്കുമോ? എത്ര ശ്രമിച്ചാലും നമ്മൾ തോണ്ടിക്കൊണ്ടുമ്പോൾ ഒരെണ്ണം കയറി വരും. നമുക്ക് താല്പര്യമില്ല, പക്ഷെ അത് കണ്ടു വരും. അപ്പം അങ്ങനെ നമ്മുടെ മൈൻഡിന് സത്യത്തിൽ ഇതിനെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരെണ്ണം നമ്മൾ നല്ല ബ്രെയിന് പ്രാന്താവൂലെന്ന് ചോദിക്കണേ. ചേട്ടൻ മനസ്സിലായോ? ഇമോഷൻസ് തന്നെയല്ലേ ക്യാരി ചെയ്യുന്നത് നമ്മൾ, റീലും ഇതുമൊക്കെ. ഇത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല എന്ന് ഞാൻ പറയാൻ കാര്യം, പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം എഴുത്തുകാരൻ എന്ന രീതിയിൽ, കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം പൂക്കി എന്താണെന്നും സ്കിബിഡി എന്താണെന്നും റിസ് എന്താണെന്നും എനിക്ക് അറിയേണ്ട കാര്യമല്ല. ഞാൻ 90 കിട്ടാണ്, ജെൻസി പിള്ളേർ പറയണതാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അറിയണം? നാളെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആളിയാ അത് ജെൻസി പയ്യൻ ആളിയാ എന്ന് പറഞ്ഞ് വിളിക്കൂല എന്നുള്ള ബോധം എനിക്ക് വേണം. ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇതൊന്നുമല്ല. നമ്മുടെ അമീർ ഖാൻ 3 Idiots പറഞ്ഞിട്ടുണ്ട്, കാബിൽ ബനോ എന്ന് പറയും. കാബിൽ ബനോ കാമയാബി തേരെ പീച്ചെ ആയേഗാ എന്ന് പറയുന്നത് വെരി ട്രൂ. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കാലിബർ എന്താണ് അത് കാണിച്ചുകൊണ്ടേ സക്സസ് പുറകെ വന്നോളും, പണവും സക്സസ് ഒക്കെ പുറകെ വന്നോളൂ എന്നുള്ള സാധനമാണ്. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ എന്നോട് ചിലർ ചോദിക്കും എന്താണ് ഇത് കുറവുള്ളത്, ഫോളോവേഴ്സ് കുറവാണല്ലോ, നിങ്ങളെപ്പോഴും ആർട്ടിസ്റ്റ് ഇതിൽ കൂടുതൽ വേണ്ടതല്ലേ, ഇന്ന ആൾക്ക് അതിൽ കൂടുതലുണ്ടല്ലോ എന്ന് പറയും. അപ്പം ഞാൻ അവരോട് തമാശയ്ക്ക് ഏതോ ഒരു ബുക്കിലോ പ്രസംഗത്തിലോ ഞാൻ കേട്ടതാണ്, എൻ്റെ വേർഡല്ല ആക്ച്വലി അത് പറയും. ഹിറ്റ്ലറിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ സമയത്ത് ഫോളോവേഴ്സ്, യേശുക്രിസ്തുവിന് 12 പേരുണ്ടായുള്ളൂ. ഹൂ ഈസ് എ ക്വാളിറ്റി അല്ലേ? ക്വാളിഫൈഡ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാവുന്ന, ഇപ്പം ഒരാൾക്ക് സെലിബ്രിറ്റി ആവണം, അവൻ നേരെ വന്നിട്ട് നളൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഓരോന്ന് റോസ്റ്റിങ് അല്ല ഞാൻ പറയാം, അയാൾക്ക് ചീത്ത വിളിച്ചാൽ മതി. ഈ തിയറി എങ്ങനെയാണെന്ന് പറയാമോ? അതിൻ്റെ ഒരു കഥയുണ്ട്. കറക്റ്റ് സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വലിയൊരു മതപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ ഭക്തന്മാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഒരു ആത്മീയ ഗുരു മുകളിൽ നിന്ന് എല്ലാവർക്കും അനുഗ്രഹം വാരിക്കൊരു കൊടുക്കുക. അപ്പോൾ താഴ്ത്ത് നിന്നിട്ട് ഗുരുവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഗുരുവേ എന്ന് പറഞ്ഞു. ഗുരു എല്ലാവർക്കും കൊടുക്കണതിൻ്റെ ഇടയിൽ ഇവനെ കണ്ടില്ല. അപ്പം തന്നെ ഇവൻ ഗുരു പട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പട്ടിന്ന് കളിയിട്ടോ ഇയാൾ ചീത്ത കിട്ടും. ആ ലുക്കില്ലേ, ആ ലുക്ക് നമ്മളോ ഇവിടെയുള്ള ഓരോ ഓഡിയൻസും. എങ്ങനെയാണ് താങ്കളുടെ ലൈഫിനെ താങ്കൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്? എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഭയങ്കര വർക്കഹോളിക്കായിട്ടുള്ള ആളാണ്. കുറേ ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഉഴപ്പ് കാണുമെന്ന് എനിക്ക് സ്വയം തോന്നുന്നു. അങ്ങനത്തെ ഒരാളാണ്. രാവിലെ എഴുന്നേക്കും, എൻ്റെ എഴുത്തുകൾ ചേട്ടാ ഇതുവരെയുള്ള എല്ലാ സിനിമകളും സ്ക്രിപ്റ്റും TV പരിപാടികളെല്ലാം വെളുപ്പിന് 4 മണിക്കാണ്. വെളുപ്പിന് 4 മണിക്കാണ് ഞാൻ ഇതുവരെ എഴുതിയിരിക്കണല്ല. ബ്രഹ്മമുഹൂർത്തം അത് പ്രകൃതിയുടെ ഏറ്റവും പോസിറ്റീവ് ടൈം. ഭയങ്കര രസമാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യണം? ഇല്ല, മെഡിറ്റേഷൻ എനിക്ക് കുറവാണ്. എനിക്ക് ചെയ്യണം. കാരണം ഞാൻ ഈ പെട്ടെന്ന് ടെൻസ് ആവുന്നൊരു സ്വഭാവം ഒക്കെ മാറ്റിയെടുക്കണമെന്നുണ്ട് എനിക്ക്. അതങ്ങനെ രാവിലെ ജിമ്മിൽ പോവും, എഴുത്ത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഓരോ ദിവസവും ചാർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ എഴുതിയാണോ പോകുന്നത്? അങ്ങനെയില്ല. പക്ഷെ ഞാൻ രാവിലെ പ്രെയർ ചെയ്യും. താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ഭീകരമായിട്ടുള്ള എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ വളരെ സിമ്പിളാണ്. ഞാൻ ജിമ്മിലൊന്നും പോകുന്ന ഒരാളല്ല. എൻഡ് ഓഫ് ദ ഡേ നമ്മളെ പ്ലേറ്റിനെ കറക്റ്റ് ചെയ്താൽ, നമ്മളെ പ്ലേറ്റിനകത്ത് വരുന്ന ഫുഡ് എന്ത് വേണം, അത് സ്പ്രൗട്ട്സ്, ജീവനുള്ള സ്പ്രൗട്ട്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഫുഡിനെ ഒന്ന് പ്ലാൻ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കും. ഫിലിം ആക്ടേഴ്സ് ആയാലും ശരി, ഈ ബിസി ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് കെയർ അബൌട്ട് ദിയർ പ്ലേറ്റ്. കിട്ടുന്നതിന്ന എന്ന് അതൊരിക്കലും പാടില്ല. അനിൽ കപൂറാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളൊരു വെള്ളരിക്കയായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ ബീട്രൂട്ടായിരിക്കും. അപ്പോൾ അൺകുക്ക്ഡ് ഫുഡ് കൂടുതലും കട്ട് ചെയ്ത് മോർണിംഗ് അവേഴ്സ്, ഇപ്പോൾ അതേ കണക്ക് സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പം നമ്മൾ
ആസിഡിക് ഫുഡ് കഴിക്കുക. സൂര്യൻ അസ്തമിക്കുന്ന അനുസരിച്ച് ആൽക്കലൈൻ. ഒറ്റ സെക്കൻഡ്, എൻ്റെ ഫോണിൽ നിന്ന് ചേട്ടാ, ഞാനേ ചേട്ടൻ പറഞ്ഞ പോലെ ഫുഡ് അൺകൺട്രോൾഡ് ആയിട്ട് കഴിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടൻ എന്നെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത വിധം തടിയായിരുന്നു. അതായത് തടിയെന്നൊന്നും പറഞ്ഞാൽ പോരാ അതിന്. അന്ന് എനിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ കേട്ടോ. അതായത് തിന്നുക ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അതായത് ഒരു സ്കിറ്റ് എഴുതുക, ഒരു ഷവർമ കഴിക്കുക, ഒരു സ്കിറ്റ് എഴുതുക, ഒരു ഇത് കഴിക്കുക. എൻ്റെ 21 വയസ്സിലാണ് എൻ്റെ ഈ ലുക്ക്. 21 98 kg ആണ് ഞാൻ. ആ സമയത്ത് ഞാൻ ഈ നായകൻ എന്നുള്ളത് മനസ്സിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എല്ലാം ഓർത്തിട്ട് പിന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എല്ലാം അങ്ങനെയാണ്. കാരണം റോളുകൾ കിട്ടാണ്ടാവുമല്ലോ കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിൽ എനിക്ക് ചിലപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന എഴുത്തായിരിക്കും. അപ്പോൾ എഴുതി അങ്ങനെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, എഴുതി പോകുന്നു. ഫുഡ് മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ ഒരു ബിയർ പോലും കഴിക്കാത്ത ആളാണ് ആ സമയത്ത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു. അതാണ് 92 കിലോ. പിന്നെ ഞാൻ B.Ed പഠിക്കാൻ വേണ്ടി പോയില്ലേ തലശ്ശേരിയിൽ. അപ്പോൾ അന്ന് അവിടെ 130 അടുത്ത് പെൺപിള്ളേരും ആകെ 2-3 ആൺപിള്ളേരേ ഉള്ളൂ. അതിലൊരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഏതോ എന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ തടിയാന്നോ അങ്ങനെ എന്തോ കളിയാക്കിയപ്പോഴാണ് ഞാൻ തടി. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ മഹാരാഷ്ട്രയിൽ ഇരിക്കുന്ന ഭംഗിയുള്ള ആളാന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനത് തിരിച്ചറിയുക. ഞാൻ ഒരു സൈക്കിൾ വാങ്ങി. അന്ന് പോലും ഡയറ്റാണ്, ചോറ് പാടെ ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റായിരുന്നു വർഷങ്ങളോളം. പിന്നെ കഴിക്കുമ്പോൾ പെട്ടെന്ന് കൂടുകയും ചെയ്യും. അറിയാലോ നിങ്ങൾക്ക്, പെട്ടെന്ന് നമ്മൾ കൊടുക്കാണ്ട ചോറ് പെട്ടെന്ന് കൂടും. ഇപ്പം ഞാൻ കുറച്ച് അത് ചോറ് തിന്നുകൊണ്ടുള്ള ഡയറ്റിലാണ് പോകുന്നത്. രാവിലെ മറ്റേ ഓട്സിൻ്റെ സ്മൂത്തി പോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കും, കുറച്ച് പച്ചക്കറി ഇതൊക്കെ ഇട്ടിട്ട്, മറ്റേ മാതളവും പഴവും മുന്തിരിയും നട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ വാൽനട്ട്, ബദാം, അങ്ങനെയുള്ള മറ്റേ ഫാറ്റി നട്ട്സ് അല്ല, ഗുഡ് നട്ട്സ്, അങ്ങനെ അത് രാവിലെ കഴിക്കും. ഉച്ചയ്ക്ക് ഒരു 150 ഗ്രാം ചോറ്, ബാക്കി വിത്ത് വെജീസും ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ. ഇപ്പോൾ നിലവിൽ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുക. കൂട്ടിയിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാലുവേദന തുടങ്ങി. ഇപ്പം അവരോട് ഞാൻ വിളിച്ച് ചോദിച്ചു, എനിക്ക് ഇത്രയും താടി ഉണ്ടായി. ഇന്ന് ഞാൻ ചേട്ടൻ്റെ ഈ പരിപാടിക്ക് വരുന്ന പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വൃത്തിയായിട്ട് അതിങ്ങനെ ഇരിക്കുമായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഒന്ന് വൃത്തിയാവും. ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇനി 1.5 മാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇപ്പം ഇനിയിപ്പോൾ ഇത്തിരി വെയിറ്റ് ലോസ് ചെയ്യുകയും ചെയ്യാം. ഇനി ആ സമയമാകുമ്പോൾ ഒരു 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഫുഡ് കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യണം. അതെ ഫുഡ് കഴിക്കാതെ ചെയ്യരുത്. അല്ല ഇതിപ്പോ ഓക്കെ അല്ലേ? രാവിലെ സ്മൂത്തി, ഉച്ചയ്ക്ക് വൈകിട്ട് ഓട്സ് ഒഴിവാക്കുക. ഓട്സ് നമ്മളുടെ ഒരു ബ്ലഡിന് പറ്റിയ ഫുഡ് അല്ല. ഓട്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ ഒക്കെ നമുക്ക് ബേസിക്കലി സ്പ്രൗട്ട്സ് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് എന്തൊക്കെ തരം, നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ്, ഈ പറഞ്ഞ കണക്ക് ബനാന സ്മൂത്തി എന്ന് പറയും. അത് ഭയങ്കര ഹെൽത്തിയാണ്. ഒരു പിടി കപ്പലണ്ടി തലേന്ന് വെള്ളത്തിയിടുക. കപ്പലണ്ടി അടുത്ത ദിവസം ഒരു പഴവും ഇട്ട് അടിച്ചു കുടിച്ചാൽ അന്നത്തെ ദിവസമൊന്നും കഴിച്ചില്ലെങ്കിലും എനർജി ലെവൽ വേറെ ഡയമെൻഷനിലായിരിക്കും. ഒരു ബനാന സ്മൂത്തി. നമ്മളെ ബനാനയൊക്കെ നമ്മൾ എന്തിനാണ്, അല്ല നമ്മളെ പച്ചച്ചിങ്ങ മതി ജ്യൂസ് അടിക്കാൻ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ റോബസ്റ്റോ ഇല്ലെങ്കിൽ നമ്മൾ ഏത്തയ്ക്ക പുഴുങ്ങിയിട്ടേ, ഒരു നല്ലൊരു ഏത്തയ്ക്ക പുഴുങ്ങിയതും 2 കോഴിമുട്ടയും ഒരു ബ്ലാക്ക് കോഫിയും ഇല്ലേ ഒരു ഗ്ലാസ് പാലും അടിച്ചിട്ട് ഇറങ്ങിയ ഇവിടുത്തെ മനസ്സ് തന്നെ പറയും ഫുൾ പ്രോട്ടീൻ, ഫുൾ ഹെൽത്തി എന്നൊക്കെ മനസ്സ് പറയും. നമുക്ക് ഈ എഗ്ഗിൻ്റെ ഒരു ഫീൽ ഉള്ളപ്പോണ്ട് ഒരു ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ട്. ഈ മനസ്സാണ് താങ്കൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള വിഷയം. ഈ മനസ്സിനെ താങ്കൾ ഡെയിലി പഠിപ്പിക്കുകയാണ്. ഞാൻ തിന്നു, ഇപ്പോൾ ഒരു എള്ളുണ്ട കഴിച്ചു, ഒരെണ്ണോടെ കഴിച്ചു, ദൈവം ഒരെണ്ണം കഴിച്ചാൽ മതിയായിരുന്നു. മറ്റേ അങ്ങനല്ല, 5 എണ്ണം മനസ്സിൽ കണ്ടിട്ട് 5ാമത്തെ എടുക്കുമ്പോഴാണ് അവൻ്റെ മനസ്സ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ മൈൻഡ് ഇസ് ദ മാജിക് ഓഫ് ലൈഫ്. അപ്പം ഇതിനെ താങ്കൾ ജിം അടിക്കേണ്ടത് മൈൻഡ് വെച്ചിട്ടാണ്. എന്നിട്ട് ഡെയിലി നമ്മൾ കണ്ണാടി നോക്കുന്നു, അപ്പോൾ ഇവിടെ തടി കൂടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ മനസ്സിൽ പറയുന്ന ഇത്, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ടേബിളിൽ ഫുഡ് വരുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ കണ്ണാടി കണ്ടു വയറൊക്കെ ഇച്ചിരി ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി മൈൻഡും ബോഡിയും സോളുമായിട്ടൊരു ബന്ധമുണ്ട്. അല്ല ഞാൻ ആ ഡയറ്റ് എടുത്ത് വണ്ണം കുറച്ച സമയത്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് എന്ന് ഇടുന്നു, അപ്പോൾ വീണ്ടും ആ റൗണ്ട് ഫിഗറിലേക്ക് ആവും. ഇപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് വർക്കൗട്ട് ചെയ്തല്ലോ. വർക്കൗട്ട് ചെയ്ത് ബോഡി ഒരു സമയത്ത് നല്ല ട്യൂൺഡ് ചെയ്തു, നല്ല രീതിയിൽ വയറൊക്കെ കുറച്ചു, ചെസ്റ്റൊക്കെ നന്നായി, അങ്ങനെ പോയി. അപ്പം എന്താണെന്ന് വെച്ചാൽ മസിൽ മെമ്മറി കിടപ്പുണ്ട്. പിന്നെ എനിക്ക് ഭീകരമായിട്ട് കൂടിയിട്ടില്ല.
കൂടിയാലും ഒരാഴ്ച വീണ്ടും ജിമ്മിൽ പോയാൽ മസിൽ മെമ്പർ ഉള്ളതുകൊണ്ട് തിരിച്ചു പോയി. അങ്ങനെ വേണം കറക്റ്റ്. അല്ല വണ്ടിക്കകത്ത് 2 പഴം ഇല്ലെങ്കിൽ 2 കപ്പലണ്ടി മുട്ടായി, നല്ല കപ്പലണ്ടി മുട്ടായി, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നട്ട്സ്, ഈ ഇപ്പോൾ അജുവാൻ കിജുവാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നട്ട്സ് കടയുള്ളൂ, മിക്സ്ഡ് നട്ട്സ്, ഇതൊരു പിടിയെടുത്ത് വായിലിടുക, എന്നിട്ട് ചുമ്മാ ചവച്ചുകൊണ്ടിരിക്കുക. ഈ 1 2 വിഴുങ്ങി കളയരുത്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ പാത്രത്തിൽ നോക്കത്തില്ല, മൊബൈൽ മനസ്സിലായി. ഇത് വിഷയം പാത്രത്തിൽ നോക്കി. ഇപ്പോൾ താങ്കൾ ഒരു എള്ളുണ്ട എടുത്ത് ഒരു 3 ചവയ്ക്ക് വെച്ചിട്ട് വിഴുകാം, 4 ചവയിൽ വിഴുകാം. ഇതൊരു 7 ചവയൊക്കെ ആകുമ്പോഴാണ് താങ്കളെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഇതിനെ ആസ്വദിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തോ കഴിച്ചൊരു ഫീലും കിട്ടും. എന്നോട് കൊല്ലത്തുള്ള ഒരാള് കഴിയുടെ കാര്യം പറഞ്ഞാൽ കാഷ്നട്ട് കഴിക്കേണ്ട രീതി, അയാൾ കാഷ്നട്ട് മുതലാളിയായിരുന്നു. അതായത് ഒരു ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നല്ല തൂവെള്ള കാഷ്നട്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ മലയാളികൾ പുള്ളി തന്നതുകൊണ്ട് പറയണേന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാ? പുള്ളി ഒരെണ്ണം എടുത്തു, ഒരെണ്ണം തന്നു. എന്നിട്ട് ഈ ഒരെണ്ണം ആസ്വദിച്ച് ചവയ്ക്കണം. ചവച്ച് നമ്മുടെ തുപ്പലിന്റെ കൂടെ കൂടിയിട്ട് ഇതൊരു പാലാവുമായി തന്നെ കഴിക്കണ്ട, എന്നിട്ടൊന്ന് വിഴുങ്ങാൻ പറഞ്ഞു. സത്യം. അതെ. ഇനി താങ്കൾ ചുട്ട അണ്ടിപ്പരിപ്പ് കിട്ടും. ഇത് പൊളിക്കുന്ന സമയത്ത് ബ്രെയിൻ ആക്രാന്തം തുടങ്ങും. കാരണം ഇത് ലാസ്റ്റ് കൂടെ പോകണമല്ലോ, തൊലി പറ്റി പിടിച്ചിരിക്കുകയല്ലേ. ഇതിനെ ഇളക്കി പൊണ്ടാറിയാൽ അതങ്ങ് ഒടിച്ചങ്ങ് കളയും. പേഷ്യൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല അണ്ടിപ്പരിപ്പ് വാങ്ങിച്ച് തൊലിച്ചു നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളുടെ പേഷ്യൻസ് നമുക്ക് തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ ഒരു 25 കൊല്ലം മുമ്പുള്ള ബിബിനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പരിചയപ്പെടുകയോ കാണുകയോ ചെയ്യുകയാണെങ്കിൽ താങ്കൾ എന്തായിരിക്കും ബിബിനോട് പറയുന്നത്? എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യരുതെന്ന് അത് ഞാൻ പറയും. ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ ചങ്ക് പോലെ സ്നേഹിച്ച കൂട്ടുകാരുണ്ട്. അവരൊന്നും നമ്മളങ്ങനെയല്ല കണ്ടിരുന്നതെന്ന് അറിയുന്ന നിമിഷമൊക്കെ നമ്മളാകെ തകർന്നു പോയി. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഞാൻ എൻ്റെ മനഃപൂർവ്വം ഞാനൊരു കാര്യം ഒരാൾക്കും ഇന്നവരെ ദ്രോഹം ചെയ്തിട്ടില്ല. ചിലപ്പോൾ വെർബലി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര സഹായിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. എൻ്റെ അപ്പൂപ്പൻ ഭയങ്കര രാജാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാജാവ് എന്ന് പറഞ്ഞാൽ മറ്റേ പുള്ളി ചവിട്ട് നാടകത്തിലെ രാജാവ് പാർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ അപ്പൂപ്പൻ. പക്ഷെ പുള്ളിയുടെ ഒരു രീതിയും ഒക്കെ അങ്ങനെ ഇരുന്ന ലംബോഞ്ചിയിലെ ആ മൂടിലാണ് പുള്ളി നടന്നേക്കാം. അവിടെ മറ്റേ പുള്ളി കുറേ സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചതും പട്ടയമില്ലാണ്ട് പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ല. പക്ഷെ അതൊക്കെ പുള്ളിയുടെ സ്വന്തം വരുന്നതൊക്കെ പുള്ളി എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് കാക്കനാട് നിങ്ങൾ ആലോചിക്കുക, കാക്കനാട് ഇന്ന് ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അതൊക്കെ ഇങ്ങനെ അപ്പൂപ്പനെ ഇങ്ങനെ കൊടുത്ത ആളാണ്. ആ ഒരു ക്വാളിറ്റി എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പൂപ്പൻ്റെ എല്ലാവർക്കും കൂടെ. പക്ഷെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചിരുന്നവരെ ആൾക്കാരുണ്ട്, അവർ നമ്മളോട് വന്നപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു കാലഘട്ടമാവും തിരിച്ചറിയാം. പക്ഷേ ഇപ്പോഴും സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണല്ലോ താങ്കളുടെ സിനിമ പോലും സംസാരിക്കുന്നത്. ഈ സൗഹൃദങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അത് താങ്കളുടെ ജനറൽ ആറ്റിറ്റ്യൂഡാണോ? ആണ്. അതല്ലാതെ എഴുതാൻ പറ്റില്ല. എന്നോട് കട്ടപ്പന ഋത്തിക് റോഷനിലെ ഒരു ഡയലോഗിനെ പറ്റി ഒരു പെൺകുട്ടി വളരെ പറഞ്ഞു, എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചേക്കും അവർ. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്നത്, അമ്മയെ പറ്റി നിങ്ങളൊരു ഡയലോഗ് എഴുതിയല്ലോ. അപ്പോൾ ഞാനും വിഷ്ണു കൂടി ചേർന്ന് എഴുതിയത്. ആ ഡയലോഗ് എമ്പതി, അതായത് നിങ്ങളെ വിട്ടു പോകില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ലോകത്തുള്ള ഒരേ ഒരാളാണ് അമ്മ എന്ന് പറയുന്നത് സാധനം. അത് നിങ്ങൾക്ക് എമ്പതി ചെയ്യാണ്ട് എഴുതാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാനൊരു ക്രിമിനൽ മെന്റർ ആണെങ്കിൽ എനിക്കത് എഴുതാൻ പറ്റില്ല. അത് നിങ്ങൾക്കത് നിങ്ങളുടെ അമ്മേനോട് തോന്നിയ ഇഷ്ടമാണ്. ആ ഇഷ്ടം കണ്ടിട്ട് അവർക്ക് എന്നോട് ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞത് സൂപ്പറാണ്. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്തും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പണ്ട് ഈ ആൾക്കാർ ചായ് വിളിച്ചോണ്ട് പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ അല്ലേ, നമ്മളതൊക്കെ മിമിക്രി ചെയ്യാറുണ്ടായിരുന്നു. ചായ് അല്ലേ, അതല്ലേ ഇഞ്ചി മിഠായി അല്ലേ, ഇഞ്ചി മിഠായി അതെ അല്ലേ, അതൊക്കെ മിസ് ചെയ്യാറുണ്ടോ ഇന്നത്തെ കാലത്ത്? ട്രെയിനിൽ ഇപ്പോഴും പോക്കിട്ടല്ലോ. അല്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെ വിളിച്ചോണ്ട് പോകാറില്ല. ഇപ്പൊ വിളിക്കല് കുറവല്ലേ. ഈ അടുത്ത് പോയിട്ടുണ്ടാവില്ല ഞാൻ, ഒന്ന് വന്ദേ ഭാരതിലൊക്കെ ഇപ്പൊ പോക്ക്. അതെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഞാൻ തരാം. ഇഞ്ചി മിഠായോ? അതെ, എങ്ങനെ ഇത് പറഞ്ഞ ഇഞ്ചി മിഠായി അല്ലേ? ഇഞ്ചി മിഠായി. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് കൊതി വന്നിട്ടേ, നമ്മുടെ പറവൂരൊരു ബാബുച്ചേട്ടൻ, പുള്ളിയുടെ സംഭാരം പറവൂരത്തെ ഫേമസ് ആണ്. പുള്ളിയുടെ ഒരു കൂട്ടാണ്.
അതായത് പുള്ളി അതിൽ ചിലപ്പോൾ എരിവ് കൂട്ടാനൊക്കെ ആയിട്ട് വേറൊരു പ്രത്യേക ഐറ്റമൊക്കെ പുള്ളിയുടെ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചു. ഞാൻ ഈ ഓർമ്മകൾ നൊസ്റ്റാൾജിയുടെ ആളാണ്. മണ്ടം പറയാൻ ലല്ലു പണിഞ്ഞിട്ട് അത് നൊസ്റ്റാൾജിയ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആരും ആസ്വദിക്കുന്നില്ല സിനിമകൾ. ഇന്ന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഞാൻ പലയിടത്തും പറയാറുണ്ട്, വേൾഡിലെ ബെസ്റ്റ് സിനിമകൾ ഞാൻ കാണാറുണ്ട്, വേസ്റ്റ് സിനിമയും കാണാറുണ്ട്. രണ്ടും ആസ്വദിക്കാറുണ്ട്. ഒരാളുടെ കഴിവിൽ അയാൾ ചില സമയത്ത് നമുക്ക് വേണ്ട റെസിപ്പിയിലായിരിക്കില്ല കുക്ക് ചെയ്ത്, അയാൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, അത് കാണുക. അതെ, എനിക്ക് വർക്കായില്ല. പിന്നെ എല്ലാം പർട്ടിക്കുലർ ടൈമിൻ്റെയാണ്. ഗംഭീര സിനിമ ചെയ്ത അയാൾ തന്നെ ആയിരിക്കും അടുത്ത സിനിമ ഹാപ്പൻസ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ അങ്ങനെയല്ലേ വിമർശിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മറ്റേ ആസ്വാദകർ പോയി കേട്ടോ, ജഡ്ജ്മെൻ്റലായി. പണ്ട് നമ്മളെ ഒരു സിനിമ കാണുമായിരിക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ ഒന്ന് കാണിക്കേ. ഇതായി ഇത് എൻ്റെ കേസ് മാത്രമല്ല, സിനിമയുടെ കേസ് മാത്രമല്ല, എല്ലാ കാര്യത്തിലും എല്ലാം ആസ്വദിക്കാണ്ടായി. അത് മാത്രം എല്ലാം അങ്ങ് അറിയാവുന്ന രീതിയിലായി. കാരണം ഒരു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പോലും ഭയങ്കര, താങ്കൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഫ്രെയിം എങ്ങനെ എടുത്തതോ അതിനെ അങ്ങ് നിരൂപിക്കുക. അപ്പോൾ അതിന് ബേസിക്കലി ഞാൻ അനുകൂലിക്കുന്ന ഒരാളല്ല. ഞാൻ എഗൻസ്റ്റാന്ന് പറയുന്നില്ല, ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ഓരോരുത്തരുടെയും റെസിപ്പിക്ക്, ഇപ്പം ഞാൻ വാഴപ്പൂ പ്രോൺസ് ബിരിയാണി കൊടുത്തപ്പോൾ ഈ പ്രോൺസിൻ്റെ തലയും വാലും ടച്ച് ചെയ്താൽ കുക്ക്ഡായി എന്നാണ് അർത്ഥം. എൻ്റെ അടുത്തൊരു ആൻറ്റി അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുക്ക്ഡായി. പച്ചക്ക് തന്നെ ഈ സാധനം, പിന്നല്ലേ കുക്ക് ചെയ്ത് തിന്നുന്നത്. ഈ പ്രോൺസ് പച്ചക്ക് തന്നെ. അപ്പോൾ ഡ്രങ്കൺ ഷ്രിമ്പ് എന്ന് പറയും, ഡ്രങ്കൺ ഷ്രിമ്പ് ചൈനീസ് പച്ചയ്ക്ക് ചാരായത്തിലിട്ടിട്ട് എടുത്ത് വായിൽ വെച്ച് പടച്ചത് മരിക്കുന്നത്, തിന്നുമ്പോഴേ ചാവുന്നത്. അങ്ങനത്തെ കാലമാണ്. അപ്പോൾ ആ ആൻറ്റി എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്തോ ഇത് കുക്ക് ആയിട്ടില്ല, വെന്തിട്ടില്ല. സോറി, കാരണം അവരുദ്ദേശിക്കുന്ന പ്രോൺസ് അല്ലത്. ഇപ്പം നമ്മൾ ഇപ്പം പുതിയ സിനിമകൾ വരുന്നുണ്ട്, പുതിയ തിരക്ക് വരുന്നുണ്ട്. ഞാൻ പല സിനിമകളും അതിൻ്റെ വർക്കും എല്ലാം കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ഫ്ലേവർ ഓഫ് ലൈഫ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇപ്പം ശുക്രൻ എന്ന് പറഞ്ഞ പടമാണ് ഫെബ്രുവരി 6 റിലീസാണ്. എൻ്റെ ചേട്ടൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ബോംബ് കഥ പോലത്തെ കഴിഞ്ഞിട്ട്, മാർഗംകളി എന്ന് പറഞ്ഞ പടമൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ എൻ്റർടൈനർ ആയിട്ട് വരുന്ന, നമ്മളാണോ സ്ക്രിപ്റ്റ്? അല്ല, എൻ്റെ സ്ക്രിപ്റ്റ് അല്ല, രാഹുൽ കല്യാൺ എന്ന് പറഞ്ഞ ആളുടെ സ്ക്രിപ്റ്റാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പഴയ ഒരു സാധനം കിടപ്പുണ്ട്. പടം കണ്ടവരൊക്കെ പറഞ്ഞത് എടാ ഇതിൻ്റെ മറ്റേ പടം പോലെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അത് ഇപ്പം ഇനി 6-ാം തീയതി റിലീസാണ്, അതിൻ്റെ വെയിറ്റിങ്ങിലാണ് ഞാൻ. സക്സസ് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുള്ളേ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആക്ച്വലി ക്വിക്ക്, ഓണസ്റ്റ് ആൻഡ് ഫണ്ണാണ്. ഓക്കെ. വൺ റോൾ ക്ലോസസ്റ്റ് ടു യുവർ ഹാർട്ട്? എനിക്ക് ബോംബ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ഹീറോ അത് തന്നെ. വൺ ഫിയർ സ്റ്റിൽ യു ക്യാരി? എനിക്ക് എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് താഹയ്ക്കയും ഷിബിച്ചേട്ടനൊക്കെ. എല്ലായിടത്തും കൂടെ ഉണ്ട് ഇപ്പോൾ അടുത്തൊക്കെ. എനിക്ക് ഇവരെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ പോയി അവസാനം 2ലേക്ക് ഞാൻ ചുരുങ്ങി. 2ലേക്കും 3ലേക്കും ജോഷിച്ചേട്ടൻ, ഷില്ലേട്ടൻ, അങ്ങനെ കുറച്ച് സൗഹൃദങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അവരെനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം എനിക്ക് എപ്പോഴും ഉണ്ട്. വൺ ഡ്രീം റോൾ ലെഫ്റ്റ് ടു പ്ലേ? ഡ്രീം റോൾ എന്നുള്ളതല്ല, എനിക്കൊരു പടം, ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് വന്നിരുന്നു. അത് നിങ്ങളല്ലെങ്കിൽ പോലീസ് ഓഫീസറോ ഹൗ എന്നുള്ളതല്ലേ, ആ ഹൗ ആണ് എൻ്റെ സ്റ്റോറി. അപ്പോൾ അതെനിക്ക് ചെയ്യണമെന്ന് ഇപ്പോഴും സ്റ്റിൽ. ബ്യൂട്ടിഫുൾ. തിയേറ്റർ ഓർ സിനിമ? സിനിമ, ഓഫ് കോഴ്സ്. ഫെയിം ഓർ ഫ്രീഡം? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. രണ്ട് പാത്രത്തിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ്. ഫെയിം. നൈസ്. ഷാറൂഖ് ഖാനെ പോലാണ്. മണി ഓർ മീനിങ് ഫുൾ സിനിമ? ബോത്ത്. വൺ വേർഡ് ദാറ്റ് ഡിഫൈൻസ് യുവർ ജേർണി? ഫൈറ്റ്. ഞാൻ മുതുവാട് സാറിൻ്റെയൊക്കെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനകത്തും ഒരു കഴിവ് കാണുന്ന ഒരാളാണ് ഞാൻ. എല്ലാം ഒരു സെറ്റായിട്ട് കാണുന്ന ഒരാളാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുണ്ട്, സിനിമ മോഹികളുണ്ട്, അല്ലേ? ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവരുണ്ട്, എല്ലാം മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവരുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പുറത്ത് ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആത്മഹത്യയ്ക്ക് വേണ്ടി ഓടുന്നവരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്ന രീതിയിൽ, ബിക്കോസ് യു ആർ എൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, എന്താണ് പറയാനുള്ളത്? ഈ ലോകം സത്യത്തിൽ വളരെ മനോഹരമാണ്. ഇതിൽ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ
ആ നിമിഷം നമ്മളൊന്ന് കടന്നു കിട്ടിയാൽ നമുക്ക് വലിയ വലിയ മാജിക്കുകളാണ് ദൈവം കരുതി വെച്ചേക്കുന്നത്. ആ മാജിക്ക് കാണാൻ വേണ്ടി നമ്മൾ സസ്റ്റെയിൻ ചെയ്യുക, നിലനിൽക്കുക. എന്ത് ജോലിയാണോ ആ ജോലിയിൽ നമ്മൾ പരിപൂർണമായിട്ട് എന്താ പറയുക ശ്രമിക്കുക, അത് കിട്ടുന്നത് വരെ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പരിശ്രമിച്ചാൽ കിട്ടും എന്നുള്ളതല്ല, കിട്ടുന്നത് വരെ ശ്രമിക്കുക. അതെ അതെ, ഒരുപാട് സന്തോഷം. ദാറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ്. ആക്ച്വലി പറയുന്നത് ബിബിൻ ജോർജാണ്. അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടാണ് നിങ്ങളെ മുമ്പിൽ ഇനിയുണ്ട്. ജസ്റ്റ് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് അതിൻ്റെ മഹാത്മ്യം. നമ്മൾ ബേസിക്കലി അറിവിനേക്കാൾ വലുതാണല്ലോ ബിബിൻ അറിവില്ലായ്മ. അതെ അല്ലേ? അറിവില്ലായ്മ എംബ്രേസ് ചെയ്യുമ്പോഴല്ലേ ഒരു ബ്യൂട്ടി ഉണ്ടാവുക. തോൽവി ചേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് എൻ്റെ ജേണിയിൽ എല്ലാവരും പറയും നിനക്കിപ്പോൾ എങ്ങനെ ആയാൽ ഇതായി, നമ്മുടെ കാര്യങ്ങളൊക്കെ ആയി, വീടായി, കാറായി. ഇതൊന്നുമല്ല എൻ്റെ പ്ലാനിൽ പെട്ട കാര്യങ്ങൾ. ഇത് ഒരു നടക്കേണ്ട ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ ബേസിക്കലി എൻ്റെ ചിന്തയിൽ ഇപ്പോഴും ഞാൻ പറയുന്ന എൻ്റെ വരാൻ പോകുന്ന പരിപാടികളൊക്കെ ഇട്ട് സക്സസ് വന്നിട്ട് നമ്മളെ കണ്ട് ട്യൂണാവണം. ആദ്യം ഓഡിയൻസിന് ട്യൂണാവുക. അങ്ങനെ ട്യൂണായാൽ എല്ലാ എന്നെപ്പോലെയുള്ള ആളുകളെയും ആളുകൾ ഒരേപോലെ കാണാൻ തുടങ്ങും. കാഴ്ചയ്ക്ക് എന്താ ഇങ്ങനെ നടക്കണമെന്ന് ആരും ചോദിക്കില്ല. കാരണം മറ്റേ പുള്ളി എങ്ങനെ, കാരണം സിനിമയ്ക്ക് ആ മാജിക് ഉണ്ട്. സിനിമയിൽ നമ്മൾ കണ്ടേക്കുന്ന പല ആളുകളുടെയും കഴിവ് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിരുന്നത് സിനിമയിൽ വന്നു കഴിയുമ്പോൾ അതാണ് ഹൈലൈറ്റ്. ചേട്ടൻ വിജയ് സേതുപതി കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് നാക്കിലൊരു കെട്ടുണ്ട്. ഞാൻ ശബ്ദം അനുകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ എന്നെ ഈ ഒരു കെട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ആ കെട്ടുള്ളവർക്കുള്ള ഇതാണ്. കഷണ്ടിയൊക്കെ അങ്ങനെ മാറിയിട്ടില്ല, ആ ആറ്റിറ്റ്യൂഡേ മാറിയില്ല. അത് മാത്രമല്ല, നാളെ ഇത് എക്സ്ക്യൂസായിട്ട് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടക്കുന്നവന്മാർക്കും പറയടേ നീ ആ ബിബിനെ കണ്ട് വഴിയടേ എന്നൊരു റെഫറൻസും കൂടെ ആവും. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റേ ആളുകളുടെ വ്യൂ മാറും. ആ വ്യൂവിന് വേണ്ടിയിട്ടാണ് ഈ നമ്മളിത് ബ്രദർ നേരത്തെ പറഞ്ഞ ഇത് സഹതാപത്തിൽ വിൽക്കുന്നവന്മാരും ഉണ്ട്. ആ വിൽക്കുന്നുണ്ടാവുമല്ലോ, അത് എല്ലാത്തിലും ഉണ്ടല്ലോ. എൻ്റെ അടുത്ത് വന്നിട്ട് കടം ചോദിക്കുമല്ലോ ചില ആൾക്കാർ, കൈയും കാലൊക്കെ ഉള്ളവർ നല്ല കടം ചോദിക്കുമ്പോൾ ഞാൻ ഒരു പറയടാ 2 കാലില്ലാത്ത ഒരു ചീര വിറ്റ് ജീവിക്കണ നാണുണ്ടോ അത് ചോദിക്കും. അതെ, അങ്ങനെ ചോദിക്കാമല്ലോ. 100%. ഞാനൊരിക്കലും ഈ ഭിക്ഷ കൊടുക്കില്ല. ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ആൾക്കാരൊന്ന് കൈ നീട്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗതികെട്ടവനാണ്. നീ പോയി പണിയെടുത്ത് ജീവിച്ചാൽ ഞാൻ പറയും പാത്രം കഴുകി വയ്ക്കുക, ഞാൻ ഒരു ദിവസം ശമ്പളം തരാമെന്ന് പറയും. എല്ലാ ദിവസവും ഉണ്ടല്ലോ എന്തൊക്കെ അല്ലേ. അതെ, എന്തും ചെയ്ത് നമുക്ക് ഇപ്പം കമൽഹാസൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കമൽഹാസൻ പറഞ്ഞ ഒരു വലിയ നടനായില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാനൊരു ടോയ്ലറ്റ് ക്ലീനർ ആവായിരിക്കും, പക്ഷെ അത് ഇന്ത്യ അറിയപ്പെടുന്ന ടോയ്ലറ്റ് ക്ലീനർ ആയിരിക്കും. പൊളിച്ചില്ലേ? തിങ്ക് പ്രോസസ്സിനാണ് അല്ലേ, അതൊരു ചിന്തയാണ്. പൊളിച്ചില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അയാളെ വിളിക്കും, അയാളെ ക്ലീൻ ചെയ്യും. ഇതിനോട് സമാനപ്പെട്ട ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമൽഹാസനായിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ, അത് വേറെ ലെജൻഡ്. ഞാൻ പറഞ്ഞേക്കണത് ലോകം നമ്മളെ വെറുതെ വിടാൻ പോവില്ല. നമ്മളെങ്ങനെ വളർന്നാലും ലോകം നമ്മുടെ കൂടെ തന്നെ നടന്ന് നമ്മുടെ ലോകത്തിലുള്ള ആളുകൾ നമ്മൾ കുറ്റം പറയും. ഉണ്ടല്ലോ, നാളെ കുറ്റം പറയുന്നവരുണ്ട്, എന്നെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. വെരി മച്ച്. അപ്പോൾ എന്തായാലും കുറ്റം കേൾക്കും നമ്മൾ. കുറ്റം പറയുന്നവരുടെ വലിപ്പം കൂട്ടുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അതായത് എന്നെ കുറ്റം പറയണത് ഇപ്പം ഇവിടെ ഉള്ളവരാണെങ്കിൽ എന്നെ കുറ്റം പറയണത് നാളെ ഡിക്കാപ്രിയോ കുറ്റം പറയണം, ജെയിംസ് ക്യാമറോൺ തെറ്റു, ഇവൻ എന്താ ഈ ഷോട്ട് കാണിക്കണം, അങ്ങനെ ചീത്ത പറയണം. അതാണ് എൻ്റെ ആഗ്രഹം. എന്താ അതേ നടക്കുള്ളൂ, വലിപ്പം കൂട്ടാനേ പറ്റുള്ളൂ, കുറ്റം കുറയ്ക്കാൻ പറ്റില്ല. വെരി മച്ച്. അത് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളാണ്, പക്ഷെ വളർത്തിയത് ശത്രുക്കളാണ്. അതെ, അതാണ് കറക്റ്റ്. വളർത്തിയത് നമുക്ക് ശത്രുക്കളെ വിശ്വസിക്കാം, ഇവനെന്തായാലും നമ്മളെ പണിയൊന്നും വിശ്വസിക്കാം, ഇവരെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. So Bibin, actually the conversation with you is basically shows us that consistency, focus, dedication and hard work and blessings from your parents, your family keeps everything very loud, and you're a big reference to the coming up generation and for the living people who are already there, that people think that this is a challenge. You have proved that this is not a challenge, it's an advantage and the passion, dedication, passion, because of the claps, our sound. ഞാൻ ഇത് ഭയങ്കര സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്യാറില്ല ഏട്ടാ. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പടി ഒരു സ്ട്രഗിളായിട്ടാണ് എന്നുവെച്ചാൽ എനിക്ക് കണ്ടു. ദൈവം ഇതെങ്ങനെ കയറും, എനിക്ക് കാലം ഓൾറെഡി നീരാണല്ലോ. ഞാൻ ഇത്രയും ദിവസം ഈ പ്രമോഷന് പോയിട്ട് ആ സ്റ്റേഡിയത്തിലേ കണ്ടില്ലേ, കുറേ നടന്നിട്ട് കാല് ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു.
പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് എന്താ എൻ്റെ ആ പറച്ചിൽ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. പിന്നെ എൻ്റെ പാഷൻ എന്താ, എനിക്കിവിടെ മുകളിൽ കയറിയിട്ട് നളഞ്ചേട്ടൻ്റെ അടുത്ത് വരണം. സന്തോഷം. താങ്ക് യു. നളഞ്ചേട്ടനും എനിക്ക് ഗംഭീരമായിട്ടുള്ള തോന്നി. കാരണം ഞാൻ പോകുന്നിടത്തൊക്കെ നമ്മൾ ഹ്യൂമറിൻ്റെ പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് ഹ്യൂമർ പരിപാടികളാണ് കൂടുതൽ തന്നെ. ഇതിനു മുമ്പ് ഞാൻ എനിക്കൊന്ന് കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിലാണ് ഇരുന്നേക്കുന്നത്, അതും ഗംഭീരമായിരുന്നു. ഇത് നമ്മൾ അതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയും. ബേസിക്കലി നമ്മളുടെ പോഡ്കാസ്റ്റ് റെഫറൻസ് ആണ്, ഒരുപാട് പേർക്ക് റെഫറൻസ് ആണ്. എനിക്ക് നാളെ വിപിൻജി ഇതിരുന്ന് കേൾക്കുമ്പോഴും കൂടെ പോയതും അപ്പച്ചൻ്റെ കാര്യവും ഫാമിലിയും ട്രാവലിയും ഇതൊരു മെമ്മറി അല്ലേ. അങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ബിൽഡ് ചെയ്യുന്നതാണ് ഷൈൻ വിത്ത് നളൻ. ഈ വർഷം താങ്കളുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ, ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ ഈ പറയുന്ന ഇനിയുള്ള സ്റ്റേജ്, വളരെ ഓസ്പീഷ്യസും ബ്ലെസ്ഡും വളരെ ബ്യൂട്ടിഫുള്ളും ഗ്രേസ്ഫുള്ളും ആയിട്ടൊരു വർഷമായിരിക്കും 2026. ഡിസംബർ ന്യൂ ഇയറിന് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ താങ്കളുടെ പ്രതീക്ഷകൾക്കും അപ്പുറം എത്തിയൊരു വർഷവുമായിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. പറയുന്നത് താങ്കളുടെ സുഹൃത്താണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ വിൽ മീറ്റ്. താങ്ക് യു. ബൈ. ഷൈൻ വിത്ത് നളൻ.